നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. അധികാരം തലയ്ക്കു പിടിച്ച കാക്കിയിട്ട തനി ഗുണ്ട പോലീസ് സ്റ്റേഷനിൽ 2 കൈക്കുഞ്ഞുങ്ങളുമായി വന്ന ഒരു ഗർഭിണിയുടെ നെഞ്ചിൽ പിടിച്ചു തള്ളുന്നതും കരണം അടിച്ചു പുകയ്ക്കുന്നതും കണ്ട കേരളം ഇന്നലെ നടുങ്ങി. ഇത്തരം നരാധമന്മാർ ഇപ്പോഴും പോലീസിലുണ്ടല്ലോ എന്നത് അത്രത്തോളം അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്നാണ്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ, അത് ടെലിവിഷൻ ചാനലുകളിലൂടെ പുറത്തു വിട്ടില്ലായിരുന്നുവെങ്കിൽ, പേ പിടിച്ച നായെപ്പോലെ പെരുമാറുന്ന ഇയാൾ കാക്കിയിട്ട് ജനങ്ങളുടെ നികുതിയിൽ നിന്ന് ശമ്പളവും വാങ്ങി സസുഖം വാണേനെ. എന്തായാലും അരൂർ SHO ആയിരുന്ന CI KG പ്രതാപചന്ദ്രൻ ഇപ്പോൾ സസ്പെൻഷനിലാണ്. ഈ ദൃശ്യങ്ങൾ നേരത്തെ കണ്ടിട്ടും ഇത്ര കാലവും ഈ ക്രിമിനലിനെ സംരക്ഷിച്ച പോലീസ് മേലാളന്മാർ ഇപ്പോഴും പോലീസ് തലപ്പത്ത് തന്നെയുണ്ട്. സമാനമായ കൊടും ക്രൂരതകൾ ഇയാൾക്ക് ലഹരിയായിരുന്നു. ഇതിൻ്റെ തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. അതിൽ കാക്കനാട് സ്വദേശി റിനീഷ് എന്ന ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ നമ്മുടെ ഉള്ളു പൊള്ളിക്കുന്നതാണ്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനടുത്തു നിന്നാണ് പകൽ റിനീഷിനെ പോലീസ് പിടികൂടിയത്. ഒരു കമ്പനിയുടെ ഫീൽഡ് സ്റ്റാഫായ റിനീഷ് പോലീസിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകി. ഇതിനിടയിലാണ് ലാത്തി കൊണ്ട് കാലിലും കൈ മടക്കി കവിളിലും അയാളെ അടിക്കുന്നത്. അടി കൊണ്ട് പുളഞ്ഞ റിനീഷ് എന്തിനാണ് തല്ലുന്നതെന്ന് ചോദിച്ചപ്പോൾ വീണ്ടും തല്ലി. വേദന കൊണ്ടും സങ്കടം കൊണ്ടും ആത്മരോഷം കൊണ്ടും ആ ചെറുപ്പക്കാരൻ പ്രതാപചന്ദ്രൻ്റെ മുഖത്തു നോക്കി നിങ്ങളാണ് ക്രിമിനലുകളെ സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞു. ആ പൊള്ളുന്ന വാക്കുകൾ പറഞ്ഞതിൻ്റെ ഫലമായി വീണ്ടും തല്ലുകിട്ടി സ്റ്റേഷനിൽ കൊണ്ടുപോയി കള്ളക്കേസിലും പെടുത്തി. രാജാക്കന്മാരുടെയും ബ്രിട്ടീഷുകാരുടെയും കാലത്തെ ഇടിയൻ പോലീസുകാരിൽ നിന്നും ഒരടി പോലും മാനസികമായി വളർച്ച നേടിയിട്ടില്ലാത്ത ഇത്തരം പ്രതാപചന്ദ്രന്മാരെ പോലെയുള്ളവർ കാക്കിയിട്ട ഇത്തരം ക്രിമിനലുകൾ പോലീസ് സേനയ്ക്കാകെ നാണക്കേടാണ്. പോലീസ് സേനയുടെ വിശ്വാസ്യത തകർക്കുന്നതും ഇത്തരം ക്രിമിനലുകളാണ്. ഇവരെ മാത്രമല്ല, ഇവർക്ക് എക്കാലവും സംരക്ഷണമൊരുക്കുന്ന പോലീസ് സേനയുടെ തലപ്പത്തുള്ളവരെയും ഇതിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ പോലീസ് സേനയുടെ വിശ്വാസ്യത തിരിച്ചു പിടിക്കാൻ കഴിയൂ. ഇത്തരം ക്രിമിനൽ പോലീസുകാരെ പുറന്തള്ളേണ്ട കാലം കഴിഞ്ഞില്ലേ എന്ന വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, ഇന്നലെ വന്ന ദൃശ്യങ്ങൾ കണ്ട് നമ്മൾ ഞെട്ടിക്കാണും. ഒരു സ്റ്റേഷനിൽ വെച്ച് ഒരു സ്ത്രീയുടെ കൈക്കുഞ്ഞുങ്ങളുമായി വന്ന സ്ത്രീയാണ്. അവരുടെ ഭർത്താവിനെ അനധികൃതമായി പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ആ വന്ന സ്ത്രീയെ അവരുടെ നെഞ്ചിൽ പിടിച്ച് ആ CI തള്ളുന്നു. അതിനുശേഷം അവരുടെ മുഖത്ത് അടിച്ച് തകർക്കുകയാണ്. ഇതിനെതിരെ ഇവർ പലതവണ പോലീസ് സ്റ്റേഷനുകളിലും ഈ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്കും അടക്കം പരാതി കൊടുത്തു. പക്ഷേ അപ്പോഴൊന്നും എവിടെയും ഒരു നടപടിയും ഉണ്ടായില്ല. അവസാനം ഹൈക്കോടതി ഇടപെട്ട് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ്, ഇന്നലെ ചാനലുകളാകെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടപ്പോഴാണ് അയാളെ സസ്പെൻഡെങ്കിലും ചെയ്യാൻ തയ്യാറാവുന്നത്. എന്താണ് ഇത്തരം ക്രിമിനലുകൾ പോലീസ് സേനയിൽ വെച്ചുകൊണ്ടിരിക്കുന്നവരെ കുറിച്ച് പറയേണ്ടത്? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. പക്ഷേ ഇവരെ ട്രെയിനിങ് സമയത്ത് തന്നെ അവരോട് ആദ്യമായിട്ട് പറയണം, ഇത്തരം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ട്രെയിനിങ് സമയത്ത് ഇതൊരു അടിയന്ത്രമാണ്, ഇടിയന്ത്രമാണ്, പിന്നെ ഈശ്വര വാര്യരെ മാന കൊല്ലണ യന്ത്രമാണ്, പിന്നെ പല പല ഇതാണ് എന്നും പറഞ്ഞാണ് വളർത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇനിയിപ്പോ ഇയാൾ ചെയ്തത് നേരിൽ കണ്ടതാണ്. അത് വളരെയധികം സാറ് പറഞ്ഞപ്പോ നെട്ടിപ്പോയി. അത് ആദ്യം അതിന്റെ നെഞ്ഞത്ത് പിടിച്ചു, പിന്നെ രണ്ടാമത് ഒരൊറ്റ അടിയ, ആ അടി ആ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ നിന്ന് അടിച്ചു. അപ്പൊ അതയാൾ സിവിൽ ഡ്രസ്സിലുമാണ്, പോലീസ് വേഷത്തിലും അല്ല. പക്ഷെ ഇതിപ്പോ കാണാൻ സാധിച്ചതിൽ ലോകം നല്ലോ കാണട്ടെ ഈ പോലീസിനെ സംബന്ധിച്ച്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാല് എന്തെങ്കിലും ഒരു പ്രശ്നം ആയി അവരെ അടുത്തേക്ക് ചെന്നാൽ ഇത്തരം സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. പിന്നെ സാറേ, ഇനി അത് മാത്രമല്ല, ഇനിയിപ്പോ അവരെ സസ്പെൻഡ് ചെയ്തു. ഈ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ അവർക്കില്ല ശമ്പളം കുറച്ച് കുറവാക്കിക്കാണ്ട് വേറെയുള്ള അലവൻസും വേറെയൊക്കെ പണിയെടുക്കാതെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യത്തിനൊക്കെ അവരെ ഈ സർവീസിൽ തന്നെ ആണ് ടെർമിനേറ്റ് ചെയ്താൽ എന്താണെന്നുള്ളതാണ് വരാൻ പോണത്. ബാക്കിയുള്ള കാര്യം കൊണ്ട് ജീവിച്ചോട്ടെ. ഈ ലോകത്തിലെ ജനങ്ങളെ ഇങ്ങനെ തച്ചുകാണ്ട് എരപ്പാക്കണം, അവരെ പിരിച്ചുവിടുക. പിന്നെ അതേപോലെ കൈക്കൂലിക്കാരും ശ്രീ മുഹമ്മദ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്.
ശ്രീ സന്തോഷ്, ഈ ദൃശ്യങ്ങൾ ഇന്നലെ ചാനലുകളിലൂടെയാണ് നമ്മളെല്ലാവരും കാണുന്നത്. ആ ദൃശ്യങ്ങൾ കിട്ടാൻ വേണ്ടി ഹൈക്കോടതി വരെ പോകേണ്ടി വന്നു ആ സ്ത്രീക്കും ഭർത്താവിനും. പക്ഷേ ഈ ദൃശ്യങ്ങളെല്ലാം വളരെ നേരത്തെ തന്നെ കണ്ടതാണ് ഈ പോലീസിലെ ഈ പ്രതാപചന്ദ്രൻ എന്ന ക്രിമിനലിനെ സംരക്ഷിക്കുന്ന അവിടുത്തെ മേലാളന്മാർ. അപ്പോഴൊന്നും അവർ ഒരു നടപടിയും എടുക്കാതെ അയാൾക്ക് മറ്റൊരു സ്റ്റേഷൻ്റെ SHO ആയി ചാർജ് കൊടുത്ത് ആ സുഖം വാഴുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെയുള്ള ഈ പ്രതാപേന്ദ്രനെ മാത്രമല്ല, പ്രതാപേന്ദ്രനെ സംരക്ഷിക്കുന്ന മേലാളന്മാർ കൂടിയുണ്ട് നമ്മുടെ പോലീസിൽ. ഇവരെയൊക്കെ വെച്ചുകൊണ്ടിരുന്നുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ പോലീസ് സേനയെ നമുക്ക് വിശ്വാസ്യതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? പോലീസിന് മാത്രമല്ല, ഇതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം കൂടെ ഉണ്ടേനെ. കാരണം ഓരോ പോലീസുകാരെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ഇതിന് രാഷ്ട്രീയ സപ്പോർട്ടും കൂടെ കൊടുക്കുന്നുണ്ട്, ഏത് പാർട്ടിക്കാരും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നേരത്തെ മേലുദ്യോഗസ്ഥന്മാർ അറിഞ്ഞാണ്, അവർക്കെതിരെ കൂടെ നടപടി വേണം. എന്നാലേ ഇതിനൊരു അടുത്ത ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് അവരെങ്കിലും അത് ചെയ്യുള്ളൂ. സസ്പെൻഷൻ അല്ല വേണ്ടത്, ഡിസ്മിസ് തന്നെയാണ്, തിരിച്ചുവിടുക. അങ്ങനെ ഞാൻ ഈയിടയ്ക്ക് തന്നെ നമ്മൾ ഈ പോലീസുകാരന്റെ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ ചർച്ച ചെയ്തപ്പോ ഞാൻ പറഞ്ഞാണ്, ഇങ്ങനെയുള്ളവരെ ആഴ്ചക്ക് ഒരു 2 വട്ടമെങ്കിലും ഇങ്ങനെയുള്ളവരെ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെ പിരിച്ചുവിടുന്ന രീതിയിലേക്ക് വരുക. അങ്ങനെ വരുമ്പോൾ പബ്ലിസിറ്റി വരുള്ളൂ. ആ പബ്ലിസിറ്റി വരുമ്പോൾ മാത്രമേ ബാക്കിയുള്ള പോലീസുകാർക്കെങ്കിലും ഇത് പിരിച്ചുവിടുന്ന രീതിയിൽ വരുമ്പോൾ മാത്രമേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വരുള്ളൂ. ഇതെന്താണ് സാർ, ഇപ്പം ജനകീയ പോലീസാണ്, ജനകീയ പോലീസ്, ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ പോയി ഇതാണ് അവസ്ഥ. ഇത് നേരത്തെ പറഞ്ഞ മഞ്ചേരി പറഞ്ഞ പോലെ ഇത് നമ്മുടെ ട്രെയിനിങ് സമയത്ത് ഇത് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. കാരണം ട്രെയിനിങ് സമയത്ത് എല്ലാവരും നല്ല പാവങ്ങളാണ്. അത് കഴിഞ്ഞ് കാക്കിയുടെ അഹങ്കാരം കയറുമ്പോഴാണ് ഇവർക്ക് ഇത് ഏത് ജനങ്ങളെ തിരിച്ചു തല്ലൂലാന്ന് അവർക്കറിയാം. തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ആയുസ് പോയി. ഞാൻ പറഞ്ഞത് തിരിച്ചു കൊടുക്കണം, കാക്കി ഊരുന്ന സമയത്ത് കൊടുക്കണം. അതാ വേണ്ടത് യുവമാർക്കെതിരെ. അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ യുവമാരൊക്കെ പഠിക്കുള്ളൂ. ഈ കാക്കി ഊരിയ പോലീസ് പട്ടിക്കാണ് വില. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ സന്തോഷ്. ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്നും. ഫാദർ സാമുവൽ, പണ്ട് രാജാക്കന്മാരുടെ കാലത്തും ഈ ബ്രിട്ടീഷ് ഭരണകാലത്തും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പോലീസ് സംവിധാനമുണ്ട്. നാട്ടുകാരെ മുഴുവൻ അടിച്ച് തകർക്കുക, മിന്നൽ പോലീസ്, ഇടിയൻ പോലീസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ളവരാണ് മികച്ച പോലീസ് എന്നൊക്കെയാണ് കരുതിയിരുന്നത്. പക്ഷേ ഈ പുതിയ കാലത്ത് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന ഒരാളെ പോലും അവരോട് ഏറ്റവും മാന്യമായി പെരുമാറണമെന്ന് എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്ത് അത്തരം തീരുമാനങ്ങളൊക്കെ എടുത്ത് നിൽക്കുന്ന ഒരു കാലത്തെ പോലീസുകാരാണ് അവിടെ ചെന്ന ഒരു സ്ത്രീയോട്, അതും ഗർഭിണിയായ ഒരു സ്ത്രീയോട്, 2 കൈക്കുഞ്ഞുങ്ങളുമായി ചെന്ന ഒരു സ്ത്രീയോട് അവരുടെ ഭർത്താവിനെ അവരുടെ മുന്നിലിട്ട് തല്ലുന്നത് കണ്ട് സ്വാഭാവികമായും പ്രകോപിതയായി അവർ കരഞ്ഞ് നിലവിളിക്കുമ്പോഴാണ് അവരുടെ മുഖത്തടിക്കുന്നത് ഈ പോലീസുകാരൻ. അയാൾ എന്നിട്ട് ഇപ്പോഴും ഈ ഇന്നലെ ദൃശ്യങ്ങൾ ചാനലുകൾ പുറത്തുവിട്ടില്ലെങ്കിൽ അയാൾ ഇന്നലെയും നീതി നടപ്പാക്കാനായി അയാൾ നിന്നേനെ. ഇന്നലെയും ഞങ്ങൾ വിളിക്കുമ്പോൾ അയാൾ ഒരു കോൺഫറൻസിൽ ഇരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ നിയമമേഖലയെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഏതോ കോൺഫറൻസിൽ അയാൾ ഇരിക്കുകയാണ്. അങ്ങനെയുള്ളവരൊക്കെ ഈ സംരക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? ഗുഡ് ഈവനിങ്. മുൻപ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഉണ്ട്, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് എന്ത് ആക്ഷൻ എടുത്തത്? ഒരു ആക്ഷനും ഇല്ല. തൽക്കാലം ഒരു സസ്പെൻഷൻ, അത് കഴിഞ്ഞാൽ പിന്നെ പ്രൊമോഷനാണ്. സസ്പെൻഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രൊമോഷൻ. ഇവരൊക്കെ കഠിനമായ ശിക്ഷ കൊടുക്കണം. ജനങ്ങൾ അത് കാണണം, എന്ത് ശിക്ഷ ഇവർക്ക് കൊടുക്കുന്നതെന്ന്. എന്നിട്ട് മാത്രമേ ഇവരെ ഡിസ്മിസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ശമ്പളം, ഒരു ആനുകൂല്യം ഇവർക്ക് കൊടുക്കാനും പാടില്ല. എങ്കിൽ മാത്രമേ ഇവർ പഠിക്കുള്ളൂ. കാരണം ഇവർക്ക് സപ്പോർട്ടുണ്ട്. ഇവർക്ക് എവിടുന്നാ സപ്പോർട്ടെന്ന് ഞാൻ പറയുന്നില്ല. സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇവർ ഇത്രയും വൃത്തികേടുകൾ ചെയ്യുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുന്നു. കേരളം എല്ലാത്തിലും ഒന്നാമതായി നിൽക്കണമെന്ന് പറയുമ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ലോകം കാണുന്നു. അപ്പൊ എവിടെയാണ് നമ്മുടെ ആകാൻ പോകുന്നത്? ഇതാണ് നമ്മുടെ ഒന്നാമതാകാൻ പോകുന്നത്? ഇതിന് ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലേ? സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമായില്ല, അവർക്ക് കഠിനമായ ശിക്ഷ കൊടുത്ത് അവരെ ഡിസ്മിസ് ചെയ്യുന്ന ഒരു ആനുകൂല്യം അവർക്ക് കൊടുക്കാൻ പാടില്ല. അതെനിക്ക് പറയാനായിട്ട്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും. ഈ പോലീസിന്റെ ഇത്തരം നാണംകെട്ട പ്രവർത്തികൾ, മനുഷ്യരാണെന്ന് മൃഗങ്ങളാണെന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് പോലും നാണക്കേട് ഉണ്ടാക്കുന്ന ഇത്തരം ആളുകൾ, അവരൊക്കെ ഈ ക്രിമിനൽ പ്രവൃത്തി ചെയ്തിട്ട് ചാനലുകളൊക്കെ ഇന്നലെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടില്ലെങ്കിൽ ഈ സസ്പെൻഷൻ പോലും ഉണ്ടാവില്ല. ഇത്രകാലം ഈ പരാതി കിട്ടിയിട്ടും ഇയാളെയൊക്കെ സംരക്ഷിക്കാൻ പോലീസിന്റെ തലപ്പത്ത് അല്ലെങ്കിൽ പോലീസിനെ രാഷ്ട്രീയമായി നിയന്ത്രിക്കുന്ന ആളുകളുടെ അടുത്തൊക്കെ സംരക്ഷകരുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു പോലീസ് കേരളത്തിന് തന്നെ നാണക്കേടല്ലേ? നമസ്കാരം സാറേ. പിന്നെ ഈ രാജഭരണ സമയത്തും ഈ കോൺഗ്രസ് 57 മുമ്പ് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഈ പോലീസുകാർ
രാത്രി പെണ്ണുങ്ങള് ആണുങ്ങളില്ലാത്ത സമയത്ത് വീട്ടിൽ കയറി പല ബഹളം ശ്രീ മഹി ഒന്ന് കേൾക്കൂ. താങ്കൾ എപ്പോൾ ചോദ്യം ചോദിക്കുമ്പോഴും അതിനല്ലാതെ പണ്ടുണ്ടായെന്നല്ല ഇപ്പോൾ ഉണ്ടായ ഈ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ശരിയുണ്ടോ അതിന് താങ്കൾക്ക് ഇഷ്ടമുള്ള അഭിപ്രായം പറയാം. അല്ല പണ്ട് അതുണ്ടായിരുന്നു മറ്റേടത്ത് ഇതുണ്ടെന്നുള്ളതല്ല വിഷയം. പണ്ടൊക്കെ എല്ലാ കാലത്തും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നല്ലതും ഉണ്ടായിട്ടുണ്ട്, അതല്ല വിഷയം. ഇപ്പോഴത്തെ വിഷയം പറയും. ഈ താങ്കൾ ഈ 57 അവിടെ നിർത്തൂ. താങ്കൾ ഈ 2025 കാര്യം പറയൂ. ഇതേ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കീഴിലല്ലേ ഇയാൾ ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ഉണ്ടായ സംഭവത്തിൽ ഇപ്പോൾ തുടർന്നത്? ഇന്നലെ ചാനലുകളെല്ലാം ഈ മാധ്യമങ്ങൾ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടില്ലെങ്കിൽ അയാൾ ഇന്നും സ്റ്റാറൊക്കെ വെച്ച് പോലീസുകാരനായി തുടർന്നേനെ. എന്താണ് കേട്ടില്ല, താങ്കൾ പറഞ്ഞ മനസ്സിലായില്ല. ശരി, അങ്ങനെ ഉള്ളവരെ തിരിച്ചറിയാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിന്റെയൊക്കെ തലപ്പത്ത് ആളുകളെ വെച്ചിരിക്കുന്നത്? അവർക്ക് അതിന് ശേഷിയില്ല എന്ന് കൂടി താങ്കൾ പറയൂ. ശരി, ഓക്കെ. ശ്രീ രാധാകൃഷ്ണനാണ്, വൈറ്റിലയിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ പുതിയ കാലത്തും ഇത്തരം പോലീസുകാർക്കൊക്കെ ഈ ചാനലുകളൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വിടേണ്ടി വന്നു ഒരു സസ്പെൻഷനെങ്കിലും വരാൻ. സസ്പെൻഷൻ വന്നാൽ ഇനി എന്താ അവസ്ഥ എന്നൊക്കെയുള്ള കാര്യം കേരളത്തിലെ ജനത്തിനൊന്നും അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ അന്വേഷണം പോലീസുകാർ നടത്തിയാൽ ആ അന്വേഷണത്തിൽ എന്താ ഉണ്ടാകുന്നത്? ഇതേ പോലീസുകാരെല്ലാം ഈ ദൃശ്യങ്ങൾ പലതവണ ഇതിനു മുമ്പ് തന്നെ കണ്ടിട്ടുള്ളവരാണല്ലോ, മേലാളന്മാരൊക്കെ. അവരൊക്കെ അല്ലേ സംരക്ഷിച്ച് നിർത്തിയത്? നമസ്കാരം. നമസ്കാരം. ഇതിപ്പോ കാക്കിയിട്ട് ക്രിമിനലുകളെ ചോദ്യം ചെയ്താൽ തന്നെ അവര് നമുക്കെതിരെ കള്ളക്കേസ് എടുക്കും. ഇപ്പൊ റോഡിൽ ഇപ്പൊ ഈ മാധ്യമം ഉള്ളതുകൊണ്ട്, CCTV ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് പുറത്തേക്ക് വന്ന്, പുറത്തു വരാത്ത എത്രയോ കേസുണ്ട്. എല്ലാവർക്കും ഇത് അറിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് പുറത്തു വരാത്ത ഒത്തിരി കേസുകളുണ്ട്. കാരണം ഇവര് മിക്കവരും മദ്യപാനികളാണ്. ഇവര് മദ്യം അടിച്ചിട്ടാണ് സ്റ്റേഷനിൽ ജോലി ചെയ്യണത്. ജോലി ചെയ്ത് ഇരിക്കുന്ന CA ഒക്കെ ഷർട്ടൊക്കെ ഊരിയിട്ടാണ് അവിടെ SHO ഇരിക്കണത്. പല സ്റ്റേഷനുകളിലും കയറിയിരിക്കണതൊക്കെ. അപ്പൊ ഈ വയോജനങ്ങളെ പോലും അവര് വെറുതെ വിടണല്ല. ഈ തൃപ്പൂണിത്തുറയിലുണ്ടായ ഇൽപ്പാല സ്റ്റേഷനിലുണ്ടായതാ. വയോജനങ്ങളെ പോലും വെറുതെ വിടാതെ ഇവര് ചെയ്യണമെന്ന് വെച്ചാല് അവരെയും ചീത്ത പറയും. അതല്ല, ഈ പരാതിയായിട്ട് വന്നവരുടെ മൊബൈലൊക്കെ മേടിച്ചു വെക്കും. എന്നിട്ട് ഇവര് പറയണ കോടതിക്ക് കൊടുത്തെന്നാ പറയണ. പലരുടെ മൊബൈലൊക്കെ ഇവര് മേടിച്ചു വെച്ചിട്ട് തിരിച്ചു കൊടുക്കൂല, വീട്ടിൽ കൊണ്ടുപോകും. ഇതാണ് ഇവരുടെ പരിപാടി. ആരും പരാതിയും കംപ്ലൈന്റും ചെയ്യില്ല. ഈ എൽദോസ് എന്ന് പറഞ്ഞ തൃപ്പൂണിത്തുറ SHO, ഇയാളുടെ പരിപാടി ഇത് തന്നെയാണ്. ആളുകളുടെ സാധനങ്ങൾ മേടിച്ചു വെക്കുക, പൈസ മേടിച്ചു വെക്കുക, എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോവാ, കോടതിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയാ. പിന്നെ ആളുകൾ പരാതിയായിട്ട് ചെല്ലൂലല്ല. അപ്പൊ ഇയാൾ വലിയ മാന്യനും ആര് പറഞ്ഞാലും വിളിച്ചാലും കേൾക്കാത്ത വലിയ ഇതായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിട്ട് കാണിക്കും. ഇയാളുടെ പരിപാടി എന്ന് വെച്ചാൽ വെള്ളമടിച്ച് ക്രിമിനൽ പരിപാടി ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിരന്തരം ചെയ്യണ പരിപാടികളാ. ഇതൊന്നും ചോദ്യം ചെയ്യാൻ ആളില്ല. ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് പോലീസിനെതിരെ പരാതി വന്ന പോലീസിന് കൊടുത്തിട്ട് കാര്യമില്ല. ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി ഇവിടുത്തെ SHOനെതിരെ കൊടുത്തു കഴിഞ്ഞാൽ സിറ്റി പോലീസ് കമ്മീഷണർ ഇവരെ ഇത് ചെയ്യുള്ളൂ, ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയും കേസ് അന്വേഷിക്കാൻ. ആ അന്വേഷിക്കുന്ന ഒരു ACP ആരെങ്കിലും അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് അനുകൂലമായിട്ട് നോക്കും. ഇവരോട് വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകരുതെന്ന് പറയും. ഇതാണ് പരിപാടി. അല്ല, ശ്രീ ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീനിവാസൻ, ഇന്നലെ സത്യം പറഞ്ഞാൽ ആ ദൃശ്യം കണ്ടപ്പോൾ മനസാക്ഷിയുള്ള ഏത് മനുഷ്യരും ഞെട്ടിപ്പോവും. നിയമം സംരക്ഷിക്കേണ്ട നാട്ടിൽ നീതി നടപ്പാക്കാൻ ബാധ്യസ്ഥരായ കാക്കിയിട്ട ഉദ്യോഗസ്ഥർ, അതും ഒരു ഓഫീസർ, CA റാങ്കിലുള്ള ഒരു ഓഫീസറാണ്. അയാളാണ് അവിടെ വന്ന ഒരു സ്ത്രീയെ അവരുടെ മുഖം അടിച്ചു തകർക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഹലോ, ഇത് ആദ്യമായിട്ടുള്ള സംഭവമൊന്നുമല്ലല്ലോ. കുന്നംകുളത്തെ സംഭവം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇതൊക്കെ സ്ഥിരം പരിപാടിയാണ്. പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ഇരിക്കുന്ന ദിവസം മുതലേ സ്ഥിരം പരിപാടി. ഇന്ന് 2 ദിവസം മുമ്പാണ് ശബരിമലയത്തെ കേസ് ആ പാട്ട് പാടിയപ്പോ സഖാക്കൾക്കൊക്കെ മുട്ടടിച്ചു. ഇപ്പൊ എന്ത് പറയുന്നു? മനസ്സിലായ? ഇതേപോലെയുള്ള സംഭവങ്ങളെ ഇതിനെ പറ്റി ചോദിക്കുമ്പോ അവര് പറയും കരുണാകരൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് മുഴുവൻ ന്യായങ്ങൾ പറഞ്ഞ് സഖാക്കൾ കിടന്ന് നടക്കുന്നു. ഇപ്പൊ തെറ്റെന്തിനുമില്ല. എല്ലാ ലോക്കപ്പിലും ഇന്നലെ ആ ദൃശ്യങ്ങൾ കണ്ടത് നമ്മൾ. ആ പെണ്ണിനെ പിടിച്ച് ഉന്തി തള്ളി ചെകിടത്ത് അടിക്കുന്നത് ഒരു മനസാക്ഷി ഇല്ലാത്ത അടികളൊക്കെയാണ്. ഗുണ്ടായുസം സിനിമയിലത്തെ പോലെ ഇതൊക്കെ ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടുപിടുത്ത ജനങ്ങൾ വല്ലവരും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യോ? അടുത്ത നിയമസഭ വരാൻ പോകില്ലേ? ഭൂജം കിട്ടൂർക്കൊക്കെ മനസ്സിലായില്ലേ? ഇതൊക്കെ
അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇപ്പോഴും ആ പാട്ടിന്റെ പുറയിൽ കിടന്നിറക്കുക. ഞങ്ങൾ ആ പാട്ടിനെ ശരി എന്തായാലും ഇന്നലെ വിഷയം പുറത്തു വന്നപ്പോൾ അയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി മാന്യമായ അന്വേഷണം ഉണ്ടാകുമെന്ന് നടപടി ഉണ്ടാകുന്നൊക്കെ പ്രതീക്ഷിക്കാം. അതിനപ്പുറത്തേക്ക് നമുക്ക് അറിയില്ല. അല്ല, ഇന്ത്യ കാര്യം സാറ് സസ്പെൻഡ് ചെയ്തതിന്റെ കാര്യം മുക്കാഭാഗം ശമ്പളം കിട്ടില്ല. അല്ല, അതിപ്പോ ഒരു നടപടി എന്ന നിലയ്ക്ക് ആദ്യം സസ്പെൻഡ് ചെയ്തിട്ട് മാത്രം അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമാണ് അടുത്ത നടപടിയിലേക്ക് പോകേണ്ടത്. പക്ഷേ ഇയാളെ ഇത്ര കാലം സംരക്ഷിച്ച ആളുകളൊക്കെ മുകളിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇവർ നേരത്തെ തന്നെ പരാതി പലതവണ നൽകിയതാണ് ഈ പോലീസ് മാർദ്ദനം ചൂണ്ടിക്കാട്ടി. ഇവരൊക്കെ പിരിച്ചുവിടണം, കയ്യോടെ പിരിച്ചുവിടണം. ഇവരൊക്കെ സസ്പെൻഡ് ചെയ്താലേ മുക്കാഭാഗം ശമ്പളം കിട്ടിയിട്ട് ഇവര് വീണ്ടും ഇവർ കള്ളുകുടിച്ച് നടക്കും. വീണ്ടും ശ്രീ സുരേഷ് കുമാറാണ് മാവേലിക്കരയിൽ നിന്നും. ശ്രീ സുരേഷ് കുമാർ, ഭർത്താവിനെ അനധികൃതമായി പോലീസ് സ്റ്റേഷൻ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ അവിടെ എത്തിയതാണ് ഭാര്യ. അവരെ ഭർത്താവിന്റെ മുന്നിൽ വെച്ച് അടിക്കുന്നു മാത്രമല്ല, ഇത് കണ്ട് ഞെട്ടി എഴുന്നേക്കുന്ന ഭർത്താവിനെ വീണ്ടും പോയി ഇയാൾ തല്ലുകയാണ്. എല്ലാ തരത്തിലും ഇയാളുടെ എന്തോ ഒരു ഗുണ്ടായുസം പോലെ കാണിക്കുന്നു. ഇതിനെതിരെ ഇങ്ങനെ മർദ്ദനമുണ്ടായെന്ന് പറഞ്ഞ് ഈ സ്ത്രീയും ഭർത്താവും പോലീസ് സ്റ്റേഷനുകളിലാകെ പരാതി കൊടുക്കുന്നു. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് പരാതി കൊടുക്കുന്നു. അവരെല്ലാവരും ഇത് കേട്ടതല്ലാതെ ഒരു നടപടിയും എടുക്കുന്നില്ല. ഇന്നലെ ചാനലുകൾ ദൃശ്യങ്ങൾ പുറത്തു വരേണ്ടി വന്നു ഇയാളെ ഒന്ന് സസ്പെൻഡ് എങ്കിലും ചെയ്യാൻ വേണ്ടി. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇത് പോലീസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഏതാണ്ട് സ്വന്തം ഏകാധിപത്യ രീതിയിലാണ് അവർ പെരുമാറുന്നത്. നമ്മൾ പ്രതികൾ കുറ്റക്കാരായാലും അല്ലാത്തവരായാലും ചെന്നാല് ഏതെങ്കിലും ഭരണകക്ഷി കേൾക്കാം, പറഞ്ഞോളൂ താങ്കൾ. ഭരണകക്ഷിയുടെ താല്പര്യമുള്ളവരാരെങ്കിലും ചെന്ന് പറഞ്ഞാൽ മാത്രമേ രക്ഷയുള്ളൂ. അല്ലാതെ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് രക്ഷയില്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ പോലീസ് സംവിധാനം. അത് പുറവേ മാറ്റണം. ഒറ്റ അഭ്യർത്ഥന സാറിനോട് പറയാനുണ്ട്. ഞാൻ ഈ ന്യൂസ് 18 ചാനലിലെ ഈ പരിപാടി ദിവസവും കാണുക. ചില ആൾക്കാർക്ക് സാറ് കണ്ടമാന സമയങ്ങളെ കൊടുക്കുന്നുണ്ട്. ചില താല്പര്യ കക്ഷികൾക്ക്, ബാലകൃഷ്ണൻ അങ്ങനെയൊക്കെ, ചിലർക്ക് മണിമലയെന്ന് ഒരാൾ വിളിക്കും. ചിലർക്ക് സാറ് പറഞ്ഞുകൊണ്ടിരിക്കലെ കട്ടാക്കിയിട്ട് സാറ്. സുരേഷ് കുമാർ, അതൊക്കെ ആളുകൾ പറയുന്നതിന്റെ ഒരു രീതി അനുസരിച്ച് നമ്മൾ ആ വിഷയത്തിൽ നിന്ന് ശരിയല്ല. അല്ല, അങ്ങനെ ഇതൊരു തുല്യമായ സമയം എല്ലാവർക്കും കൊടുക്കാനൊന്നും അല്ല. അത് പറയുന്നതിന്റെ ആളുകൾ ചിലർ പറയുന്നത് രണ്ടുപേരും, നിങ്ങൾ പറഞ്ഞ രണ്ടുപേരുകളും രണ്ട് വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെടുന്ന അല്ലെങ്കിൽ പാർട്ടിയെ അനുകൂലിച്ചൊക്കെ പറയുന്ന ആളുകളാണ്. അത് അവർ പറയുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ മറുപടി പറയേണ്ടി വരും, ചിലപ്പോൾ അതിന് അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടി വരും. അതൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ വരും. മറ്റുള്ളവർക്ക് സമയം പോകും സാറേ. ഞങ്ങളെ പോലുള്ളവർ ഞാൻ എത്ര കാലം കൊണ്ട് വിളിച്ചിട്ട് ആദ്യമായിട്ടായിരുന്നു കിട്ടുന്നത്. ശരി, ഓക്കെ സുരേഷ് കുമാർ, താങ്കൾ ആളെ വിളിക്കൂ. താങ്കൾക്ക് എന്തായാലും സമയം തരാം. ഇപ്പോൾ സമയം കിട്ടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരി സുരേഷ് കുമാർ, എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരുണ്ട്. തമ്പിയാണ്, കുളത്തൂപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ തമ്പി, ഈ പുതിയ കാലത്തും ഇത്തരം പോലീസുകാരൊക്കെ അപൂർവമായി ചിലപ്പോൾ ഉണ്ടാവാം, അതൊക്കെ മനസ്സിലാവാം. പക്ഷേ അങ്ങനെയുള്ളവർക്ക് സംരക്ഷണം ഒരുക്കി നിർത്താൻ കഴിയുന്നുണ്ട്. ഇന്നലെ ചാനലുകളിൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടില്ലെങ്കിൽ അയാൾ ഇന്നും അവിടെ അരൂരിൽ SHO ആയി, അവിടുത്തെ CI ആയി തുടർന്നേനെ. എന്ത് നാണക്കേടാണിത്? ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. നമസ്കാരം. എന്റെ പേര് അമ്പി എന്നാണ്. അമ്പി എന്നാണല്ലേ? ക്ഷമിക്കണം, ഞാൻ തമ്പി എന്നാണ് കേട്ടത്. അമ്പി. പിന്നെ ഞാൻ ഈ കാര്യം എന്റെ വീട്ടിന്റെ അടുത്ത് എന്റെ കൂടെ പഠിച്ച ഒരാള് ആറ്റിങ്ങൽ RTOയിൽ കൈക്കൂലി കേസിൽ പിടിച്ച് അവന് അന്ന് തൊട്ട് സസ്പെൻഷൻ ആയിട്ട് പെൻഷൻ ആവാറായപ്പോ 49 ലക്ഷം രൂപയും കൊടുത്തവന് പെൻഷൻ സമയത്ത് പറഞ്ഞു വിട്ട സമയം വരെയുള്ള ശമ്പളം കൊടുത്തു. കേട്ടോ സാറേ? കേൾക്കാൻ, പറഞ്ഞോളൂ. ഇങ്ങനെ കൊടുത്തു. ഈ പറയുന്ന ഈ ഇത് കണ്ട എന്റെ കാലിന്ന് ഇറക്കി കയറിയ സന്ദേഹമുള്ളവർ അവന് ജോലിയിൽ നിന്ന് പോകുമ്പോഴല്ല, ഇപ്പൊ അവന്റെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി അടിക്കണം. അതിന് കാണാൻ ചെയ്യാനുള്ളത്. അവന്റെ ശിക്ഷ അവന് കൊടുക്കണം. എന്നെ കടക്കിൽ ഇരുന്ന് ഒരു SI ഇതുപോലെ പിടിച്ച് അയാൾ പെൻഷനായപ്പം ബസ്സിൽ കയറി വന്നപ്പം ഞാനൊരു സ്ഥലത്ത് ഇറങ്ങിയപ്പോ ചോദിച്ചു, എടാ ശിവദാസ, എന്നാണ് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോഴെനിക്ക് ഈ തൊപ്പി ഇല്ലല്ലോ, സാധാ മനുഷ്യനായി. കേട്ടോണ്ട് പോയതേ ഉള്ളൂ. ഇതുപോലത്തെ ഇവനെയൊക്കെ അടിക്കുക അല്ലാത്ത വേറെ ഒരു വഴിയില്ല. അത് മറ്റുള്ളവർ അങ്ങനെ ചെയ്യണം, അല്ലാതെ പെൻഷനാണ്. പിന്നെ അതുവരെ ഇതിന് കൊടുക്കരുത്, ഒരു പൈസയും കിട്ടരുത്. ഇവർ കേസ് കൊടുക്കാൻ പോകുന്നെങ്കിൽ കോടതിയിൽ പറയണം, ഇയാൾക്ക് ശമ്പളം യാതൊന്നും കിട്ടരുത് ഒരിക്കലും. ഇതിനോട് അങ്ങ് അപ്പോഴേ സസ്പെൻഡ് ചെയ്ത് കളയണം, ഒരു പൈസയും കൊടുക്കാൻ പാടില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത് സാറേ. ശരി, ശ്രീ അമ്പിയുടെ വാക്കുകൾ വൈകാര്യമാണ്. അങ്ങനെ ഒരാളെ
തിരിച്ച് മർദ്ദിച്ചല്ല കൈകാര്യം ചെയ്യേണ്ടത് പുതിയ നിയമവ്യവസ്ഥയിൽ. പക്ഷേ ആളുകൾക്ക് ഇങ്ങനെയൊക്കെ കൊടും അനീതി കാണുമ്പോൾ ഏത് മനുഷ്യനും അങ്ങനെയൊക്കെ തോന്നും. അതേ ചോദ്യം തന്നെയാണ് ആ റിനേഷ് എന്ന ചെറുപ്പക്കാരനും ചോദിച്ചത്. വെറുതെ നിന്നൊരു ചെറുപ്പക്കാരനെ പോലീസുകാർ പിടിച്ച് വീണ്ടും വീണ്ടും മർദ്ദിക്കുമ്പോൾ അവൻ പറഞ്ഞു ഈ പോലീസുകാരനെ മുഖത്ത് നോക്കി നിങ്ങളാണ് ക്രിമിനലുകളെ ഉണ്ടാക്കുന്നതെന്ന്. സ്വാഭാവികമായും ആളുകൾക്ക് ആ തരത്തിലേക്ക് ഒക്കെ ചിന്ത പോവും. അതിന് നമുക്കൊരിക്കലും കുറ്റം പറയാനും കഴിയില്ല. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, ഇത്തരം പോലീസുകാർ ക്രിമിനലുകൾ ഉണ്ട്, ആ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ആളുമുണ്ട്. ഇങ്ങനെയൊക്കെ മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നതുകൊണ്ടും ഇതിൻ്റെ CCTV അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടും ഇത് പുറത്തായി. ഇപ്പോൾ അയാൾക്ക് സസ്പെൻഷനെങ്കിലും വന്നു. അതല്ല, CCTV ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ചാണ് അടികൊണ്ടെങ്കിൽ ഇപ്പോൾ റിനേഷ് അടികൊണ്ടത് പുറത്തൊരു സ്ഥലത്ത് വെച്ചാണ്. അതുകൊണ്ട് അയാൾക്ക് CCTV ഇല്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാനും കഴിയാത്ത അവസ്ഥ. ഇത്ര മോശപ്പെട്ട ആളുകളെയൊക്കെ പോലീസിൽ ആരാണ് സംരക്ഷിക്കുന്നത്? ഇതെന്തൊരു ക്രൂരതയാണ് കിരൺ. നമ്മൾ ഇന്നത്തെ എല്ലാ ചാനലുകളിലെയും പ്രധാന വാർത്ത ഇതാണ്. ഇത് ഇന്നോ ഇന്നലെയോ നടന്നതല്ല, നമുക്കറിയാലോ. കഴിഞ്ഞ കൊല്ലം ജൂണിൽ നടന്ന ഒരു ക്രൂരകൃത്യമായത് 1.5 കൊല്ലമായി ഈ ഒരു ക്രൂരത ചെയ്തിട്ട്. അതായത് ഒരു യുവതി, ഗർഭിണിയായ ഒരു യുവതി 2 കൈക്കുഞ്ഞുങ്ങളുമായി പോലീസ് സ്റ്റേഷനിൽ വരിക. എന്തിനു വേണ്ടി? തന്റെ ഭർത്താവിനെ ഇവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നറിഞ്ഞു. ഇത് അന്വേഷിക്കാൻ വേണ്ടി വന്ന ആ സ്ത്രീ കാണുന്നത് തന്റെ ഭർത്താവിനെ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട്. അപ്പോൾ അവർ വാവിട്ട് നിലവിളിച്ചു. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രതികരണം എന്ന നിലയിൽ അതിന് ഇങ്ങനെയാണോ, ഈ രീതിയിലാണോ പോലീസ് കണ്ടത്? ഈ പോലീസുകാരൻ മിന്നൽ പ്രതാപചന്ദ്രൻ ഇങ്ങനെ സർവ്വ ഗുണ്ടകൾക്കും ഇങ്ങനെയൊക്കെ ചില പേരുകളൊക്കെ അവർ സ്വയം ഉണ്ടാക്കും. അവരുടെ ചില ഫാൻസ് അസോസിയേഷനെ കൊണ്ട് അത്തരം പേരുകളൊക്കെ അവർ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അത് ഈ ഗുണ്ടകളുടെ ഒരു പൊതു രീതി അങ്ങനെയാണ്. അത് കാക്കിയിട്ട ഗുണ്ടയാലും അല്ലാത്ത ഗുണ്ടയാലും ഒക്കെ അവരവരുടെ ചില ഈ വട്ടപ്പേരൊക്കെ ഉണ്ടാക്കും. ഈ ക്രൂരന ആ രീതിയിൽ ആണ്. പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ കക്ഷി ഇവരെ കൈകാര്യം ചെയ്യുന്ന ഒരു സഹപ്രവർത്തകരൊക്കെ അവിടെയുണ്ട്, അവരെ കൂടി നിൽക്കുന്നുണ്ട്. ഇത്രയും ഇങ്ങനെയും ക്രൂരം ചെയ്തിട്ട് അയാളെ പിടിച്ചു മാറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് ഈ പ്രതാപചന്ദ്രൻ മാത്രമല്ല, അതിലേക്ക് നോക്കി കണ്ടു നിന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇതിൽ പ്രതികളാണ്. ഈ 1.5 കൊല്ലം അവര് നിയമത്തിന് മുമ്പിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറയാൻ തയ്യാറായില്ല. അപ്പൊ ഇതിപ്പോ ഈ ദൃശ്യം പുറത്തുനിന്ന് അതും അവരെ ജീവിതമായ കേസ് മുന്നോട്ട് നീങ്ങിയതിന്റെ ഫലമായിട്ടാണ് ഈ CCTV ദൃശ്യങ്ങളിലൂടെ ലോകം കാണുന്നത്. അപ്പൊ ഇത്രയും ഇയാൾ മാത്രമല്ല, ഈ ക്രൂരത മാത്രമല്ല, ആ ക്രൂരത കണ്ടു നിന്ന മുഴുവൻ ആളുകളും തെറ്റുകാരാണ്. നിയമത്തിന് മുന്നിൽ മുഴുവൻ ആളുകൾ ഇയാൾ സസ്പെൻഷനല്ല ചെയ്യേണ്ടത്. ഇയാളെ പേരിൽ കേസെടുക്കണം, ഇയാളെ സഹായിച്ചവരുടെ പേരിൽ കേസെടുക്കണം, കോടതി കയറ്റണം. ഇങ്ങനെ ഒരു കൃത്യം ഈ മേലില് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. നിരപരാധിയായ ഒരു സ്ത്രീയെ വെറുതെ സഹായപ്പെടുത്താൻ ശ്രമിക്കുക. അവര് ഗർഭിണിയാണ്. ഇതൊന്നും മനസ്സിലാക്കാൻ ഒരു യുവതിയാവുന്നത് യുവതിയുടെ മാറിലേക്ക് തട്ടുന്നത് നമ്മൾ കാണുന്നില്ലേ? ഒരു യുവതിയെ പുരുഷൻ മാറിലേക്ക് തട്ടുന്ന ഒരു പ്രവണത എങ്ങനെയാണ് അയാൾക്ക് ന്യായീകരിക്കാൻ കഴിയുക? ആർക്കാണ് ന്യായീകരിക്കാൻ കഴിയുക? ഏത് കോടതിയിൽ ഇത് പറയുക? ഇതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. സംഖ്യ ഇയാൾ എന്തോ മാനസിക വൈകല്യമുള്ള വൈകൃതമുള്ള ഒരു കക്ഷിയാണെന്ന് നമുക്കൊക്കെ ഇത് മനസ്സിലാവുന്നത്. ഇയാൾ എന്തിനാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ മുഴുവൻ ആഭാസരാക്കുന്ന രൂപത്തിൽ ഇയാൾ എന്തിനാണ് ഡിപ്പാർട്ട്മെന്റിൽ? താങ്കൾ പറഞ്ഞതുപോലെ മാനസികമായി എന്തോ പ്രശ്നമുള്ള ആളാണെന്ന് തോന്നുന്നു. മാനസിക പ്രശ്നമുള്ളവർക്ക് അതിന് ചികിത്സ കൊടുക്കുകയാണ് വേണ്ടത്. അയാളെ കാക്കിയിട്ട് നിലനിർത്തുകയല്ല വേണ്ടത്. അയാളുടെ മുൻകാല പ്രവർത്തനങ്ങളുടെയൊക്കെ റിപ്പോർട്ടുകൾ കേൾക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ശ്രീ ബിനോയ് ആണ്. ശ്രീ ബിനോയ് കൊല്ലത്ത് നിന്നും. ശ്രീ ബിനോയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ബിനോയുടെ ടെലിഫോണിൽ ചില തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ രവീന്ദ്രനാണ്, കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്. ശ്രീ രവീന്ദ്രൻ, ഇത്തരം പോലീസുകാർ എല്ലാ കാലത്തും സേനയിലുണ്ട്. ഈ പുതിയ കാലത്ത് നമ്മൾ മാറി എന്നൊക്കെ പറയുമ്പോഴും പൂർണ്ണമായും മാറാതെ ഇത്തരക്കാർ ഇപ്പോഴും പ്രതാപശാലികളായൊക്കെ തുടരുന്നുണ്ട്. ഇതിനൊക്കെ ഒരു വലിയ തിരുത്തൽ ആവശ്യമല്ലേ? കറക്റ്റായിട്ടും വിവരണ ആവശ്യമാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ കുറച്ചു പേരൊന്നുമില്ല, ഒരുപാട് പേരുകൾ. കാരണം എന്താണെന്ന് വെച്ചാൽ കിരണ, ഇത് കഷ്ടപ്പെടുത്തി പഠിച്ച് പാസ്സായി ബുദ്ധിമുട്ടി കയറിയിരുന്നവരല്ല. ഇത് ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ DYFIയുടെ SFIയുടെ 10 ദിവസം ഒരു കൊടി പിടിച്ച് 4 സമരവും നടത്തി പൊതുമുതലും നശിപ്പിച്ച്, സർക്കാരിന്റെ മുതലും നശിപ്പിച്ച്, മറ്റുള്ളവരുടെ മുതലും നശിപ്പിച്ച് അവൻ SI ആയി, സർക്കിളായി, പോലീസായി. ഇവൻ 4 അക്ഷരം കൂട്ടി എഴുതാൻ അറിയത്തില്ല. കിരൺ അറിയോ? 4 അക്ഷരം കൂട്ടി എഴുതാൻ ഈ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അറിയത്തില്ല. ആ ഒരു പരാതിയോ FIR ഒക്കെ എഴുതാൻ. ഈ പ്രതാപേന്ദ്രൻ അങ്ങനെ ഏതെങ്കിലും പാർട്ടിക്കാരനായിട്ട് ഇതുവരെ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല.
പാർട്ടിക്കാരായിട്ട് ഒരിക്കലും വരികയില്ല. പാർട്ടിക്കാരായിട്ട് വരുമെന്ന് എന്നൊക്കെ പുറത്ത് വരുമ്പോൾ പിന്നെ ഇച്ചിരി താമസം വരും പാർട്ടിക്കാരാണോ ഇല്ലെന്നുള്ള. ഇവന്മാരെ കണ്ടിട്ടുണ്ടോ, കിരൺ കണ്ടിട്ടുണ്ടോ? ഒരു സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സിഇക്കോ എഴുതാൻ പോലും അറിയത്തില്ല. ആരെങ്കിലും ഒരു റൈറ്ററെ ഒരു പോലീസുകാരനായിരിക്കും, അവനൊരു വിദ്യാസമ്പന്നനായ ഒരു പോലീസുകാരനായിരിക്കും, അവനായിരിക്കും ഇംഗ്ലീഷ് എഴുതുന്നത്, മലയാളത്തിൽ കൂട്ടക്ഷരം പറയാൻ എഴുതുന്നത്. ഇവന്മാർക്ക് ആർക്കും അറിയത്തില്ല. ഇവന്മാർക്ക് ഇങ്ങനെ കയറി വന്നതെന്ന് പറഞ്ഞാൽ ഇവന്മാരൊക്കെ തനി ഗുണ്ടകളാണ്. ആ വനിതകൾ കണ്ടോ, ആ 2 കൈക്കുഞ്ഞിനെയും കൊണ്ട് വന്ന് ആ സ്ത്രീയെ കണ്ടോ മുടിക്കുത്തിന് പിടിച്ച് അവന്റെ മുന്നിലോട്ട് തളർത്തി കൊടുക്കുക ആ ഒരു വനിതാ പോലീസ്. ഇവളൊക്കെ എങ്ങനെ കയറി വന്നാന്ന് കിരണ കരുതുന്നത്? ഇവളൊക്കെ പാർട്ടി പിടിച്ച് കയറി വന്നോളാം, അല്ലാതെ കഷ്ടപ്പെട്ട് എഴുതി കയറി വന്നോളൊന്നും അല്ല. അവളൊക്കെ തനി ഗുണ്ടകളാ കയറി വന്നത്. ആ കുഞ്ഞിനെ, ആ പെൺകുട്ടിയുടെ മുടിക്കുത്തിന് പിടിച്ച് ആ കാലന്റെ മുന്നിലോട്ട് തള്ളിയിട്ട് കൊടുക്കുമ്പോൾ അയാൾ അടിക്കുന്നത് അല്ലെ? ഇവനെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്ന എവിടെയാ സീരണേ? നിയമവും നീതിയും കോടതിയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്ന എങ്ങനെയാ? അവരുടെ യൂണിഫോമിനെയും ആ നീതിയെയും നിയമത്തെ നമ്മൾ ബഹുമാനിക്കുന്നത്, അല്ലാതെ ഇവന്റെ തണ്ടും തടിയും കണ്ടിട്ടൊന്നുമല്ല ഇവനെ ഒക്കെ നമ്മൾ ബഹുമാനിക്കുന്നത്. കിരണറിയോ, 10-30 കൊല്ലം മുമ്പ് 2 പോലീസുകാരെ കാഞ്ഞിരപ്പള്ളി കുത്തിക്കൊന്നു. ഒരുത്തൻ ആരാണെന്നറിയാം? മുച്ചിട്ട് കളിക്കാരനും കിലുക്കി കുത്തി കളിക്കുന്നവനും പോക്കറ്റ് അടിക്കാരനാ കുത്തിക്കൊന്നു. എന്തിനാണെന്നറിയാം? അവനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് മാതൃക കാണിച്ചെന്നല്ല, അവനെയും ചുമന്നുകൊണ്ട് കാണുന്ന അമ്പലം വഴി എല്ലാം കിലുക്കി കുത്തുമായിട്ട് നടന്നു. ലാസ്റ്റ് അവൻ 10-15 പ്രാവശ്യം പൈസ കൊടുത്തു. ലാസ്റ്റ് അവന് കിട്ടുന്ന പൈസ എല്ലാം പോയി അരമണിക്കൂർ പിടിച്ച് മേടിച്ചോണ്ടിരിക്കുക. അത് ഒരു പ്രാവശ്യം അവൻ പറഞ്ഞു, ഇനി ഞാൻ പൈസ തരികയില്ല, തീർത്ത് തരികയെന്ന് പറഞ്ഞ് എരുമേലി ക്ഷേത്രത്തില്, എരുമേലി അമ്പലത്തിൽ ഉത്സവം നടന്നപ്പോൾ ഈ സംഭവം 10-40 കൊല്ലമായി. കുതിരശാകുൽ എന്ന് പറയും. അവനെ വണ്ടിക്കകത്ത് ഇടിച്ച് തൂറിച്ച് ചാത്തി. ഇവന്റെ അരയിലെ മലപ്പുറം കത്തിയിരിപ്പുണ്ട്. അവൻ ഇങ്ങോട്ട് കുനിഞ്ഞ് നൂർന്ന് 2 എണ്ണത്തിന് അന്നേരം കാച്ചി കഴിഞ്ഞു. ഒരുത്തൻ ആവുന്നതോ സ്പോട്ടിൽ മരിച്ചു. ഒരുത്തന 1 കൊല്ലം കൂടെ നമ്മുടെ മണിമല കൃഷ്ണൻകുട്ടിയോട് ചോദിച്ചാൽ മണിമലക്കാരനാണ് മരിച്ചത്. അവനെ കിടന്നും മുള്ളിയും തൂറി ഏതാണ്ട് 2 വർഷം കിടന്നിട്ടാവും പോലീസുകാരൻ മരിച്ചുപോയത്. ഇതൊക്കെ നിവൃത്തിയോടും കൊണ്ട് ആൾക്കാർ ചെയ്യുന്ന നിവൃത്തിയോടും കൊണ്ട്. അതിനെച്ചാൽ അവൻ രാവിലെ ഒരു 3 അമ്പലത്തിലെ കിലിക്കി കുത്തും മുച്ചിട്ടുകളിയായിട്ട് നടന്നു. അവൻ ആ പൈസ എല്ലാം കൊടുത്തു. ലാസ്റ്റ് രാത്രി 2 മണിയായപ്പോൾ അവൻ ആ ഒരു കളിയുടെ പൈസയേ ഉള്ളൂ, അതും കൂടെ പിടിച്ചു മേടിച്ചിട്ട് അവനോട് കുടിച്ചു തിരിച്ചു. ഇതാക്കി ഈ ചെയ്ത പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ നിയമം കയ്യിലടിക്കലേ, ആൾക്കാർ നിയമം കയ്യിലടിക്കലേ. അവന്റെ നിപ്പു ഇത് കണ്ടോ അവനെ? ആ പോലീസ്, അത് അവന്റെ കാര്യം പോട്ടെ, ആ പോലീസുകാരികൾ കണ്ടോ കിരണ പിടിച്ച് തള്ളിയിട്ട് ആ കാലിന്റെ മുന്നിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ നിയമം കയ്യിലെടുക്കും. പിന്നെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് പറയാം, കോടതികൾ ഇത് മുൻകൈ എടുത്ത് ഇതൊക്കെ കണ്ടിട്ട് ചാനലുകാർ ഇതിക്കൂടും ചെയ്യാനൊന്നുമില്ല. വ്യക്തമായിട്ട് നിങ്ങളൊക്കെ ഇതുപോലെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കോടതികൾ കണ്ടു തുറന്നില്ലെന്നുണ്ടല്ലോ, ഇവിടെ ഈ കേരളത്തിൽ പല കാര്യങ്ങളും നടന്നു. വ്യക്തമാണ്. ശ്രീ മഹേഷാണ് കൊല്ലത്തുനിന്നും. ശ്രീ മഹേഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം കിരണേ. നമസ്കാരം. ഇത് നമുക്ക് കേരളത്തിലെ പുത്തരിയല്ലോ. 10 വർഷം കൊണ്ട് നമ്മൾ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതയ്ക്കുന്നതും കേരളത്തില് സാധാരണക്കാരന്റെ പോലീസ് സ്റ്റേഷനിൽ ചെന്നാലുണ്ടാവുന്ന ഓരോ ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ ദിവസേന കണ്ടോണ്ടിരിക്കുക. അപ്പൊ പോലീസ് മർദ്ദനമാണല്ലോ നടക്കുന്നത്. പിണറായി വിജയനെ പോലുള്ള ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന കേരളത്തിൽ, കാര്യം പുള്ളി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ലോക്കപ്പ് മർദ്ദനങ്ങൾ നേരിട്ട് ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് അവർ കൂടെ പറഞ്ഞ് തള്ളുന്ന ഒരു കാര്യമാണ്. അതേപോലൊരു നേതാവ് ഇതേപോലെ പോലീസിന്റെ ക്രൂരത നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? കേരളത്തിൽ നിന്ന് സാധാരണക്കാരായ ജനങ്ങൾക്കൊന്നും ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ നീതി പോലും കിട്ടത്തില്ല. ഒരു വിഭാഗം, നമ്മളെല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും ഒന്നും നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല. ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥര് ക്രിമിനൽ വെട്ടുവയ്ക്കുന്ന കുറെ ആൾക്കാർ, അവര് ഇതിനു വേണ്ടി മാത്രം മുൻകൈ എടുത്ത് നിൽക്കുവാണ്. ഇപ്പൊ ഞാൻ ഈ ഉദ്യോഗസ്ഥന്റെ വാർത്തയെ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹവും ഈ ഭരണപക്ഷ പാർട്ടിയായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല അദ്ദേഹം ഒരു സീനിയർ ആയിട്ടുള്ള ഒരു CE ആണ്. ഇത്രയും വർഷം SC ആയിട്ടും ഒക്കെ ഇരുന്ന് 2014 ആ കാലഘട്ടത്തിലെങ്ങാണ്ട് കയറിയ ആളാണെന്ന് പറയപ്പെടുന്നു. അപ്പൊ അത്രയും വർഷത്തെ സീനിയാരിറ്റി ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഇതൊക്കെയാ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അംഗീകരിക്കാൻ പോലും പറ്റുന്ന കാര്യങ്ങളാണ്. എന്താ ഇപ്പൊ ഇവിടെ നടക്കുന്നത്? ശരി മഹേഷ്, അഭിപ്രായം വ്യക്തമാണ്. പക്ഷേ ഈ 10 വർഷം കൊണ്ട് മാത്രമല്ല ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന് പറയുന്നതിൽ കാര്യമില്ല. അതിനു മുമ്പും ഒക്കെ കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനേക്കാളും മോശപ്പെട്ട അവസ്ഥയിലുള്ള ആളുകൾ സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് 10 വർഷത്തെ കാര്യമൊന്നുമല്ല, ഇപ്പോഴുണ്ടാകുന്നതും തടയേണ്ടത് തന്നെയാണ്. ശ്രീ ഉദയനാണ് എരുമേലിയിൽ നിന്നും. ശ്രീ ഉദയൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇത്തരം ക്രിമിനലുകൾ, കൊടും ക്രിമിനലുകൾ കാക്കിയിട്ട് പോലീസിൽ തുടരുന്നുണ്ട്. അവർ പോലീസ് സേനയ്ക്കാകെ നാണക്കേടാണ്, കേരളത്തിനാകെ നാണക്കേടാണ്, എല്ലാ മനുഷ്യർക്കും നാണക്കേടാണ്. ചാനലുകളിൽ ഇന്നലെ ദൃശ്യങ്ങൾ നൽകേണ്ടി വന്നു അയാൾക്കൊരു സസ്പെൻഷനെങ്കിലും കിട്ടാൻ വേണ്ടി. എന്താണ് പറയാനുള്ളത്? ഇത് സസ്പെൻസ് അല്ല, ഇത് തിരിച്ചു വിടണം. കാരണം ഇതുപോലുള്ള പോലീസുകാർ ഈ നമ്മുടെ ഭരണഘടന തന്നെ തിരിച്ചു വെക്കുന്ന ഏർപ്പാടാ. ഇത് നിയമം അനുവദിക്കുന്നല്ലോ ഇങ്ങനെയൊന്നും. ഒരു സ്ത്രീകളെയൊക്കെ ഇങ്ങനെ അടിക്കാവോ? സ്ത്രീകളെല്ലാം ഒരാളെ പഠിക്കരുത് ഒരു പോലീസ് സ്റ്റേഷനിലും. അതെ, അത് ശരിയല്ലല്ലോ ഈ പോലീസുകാരൻ കാണിക്കുന്നത്. അത് ഇങ്ങനെ പോലീസുകാരനെ തിരിച്ചു വിടണം സാറേ.
അല്ല ഇതിന് ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ പണി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ആവർത്തിക്കുകയാണ്, തിരിച്ച് ജോലിക്ക് ഇടാമല്ലോ. ഇതിനൊരു മാർഗം പിരിച്ചുവിടാമോ, മാർഗപരമായിട്ട് ശിക്ഷിക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരൊക്കെ നല്ലപോലെ ജനങ്ങളോട് ഇടപെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകണമെന്നാണ് നമ്മൾ ഈ ദൈവത്തിന്റെ നാട്ടിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ശരി, ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നാണ്. ശ്രീ കൃഷ്ണൻകുട്ടി, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് 2024 ജൂൺ 20-നാണ്. അതിനുശേഷം അവർ പോലീസിൽ പലതവണ മേലുദ്യോഗസ്ഥന്മാർക്ക് പരാതി നൽകി, പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് അടക്കം പരാതി നൽകി. ഇന്നലെ താങ്കളും താങ്കളുടെ പാർട്ടിയും ഒക്കെ നിരന്തരം വിമർശിക്കുന്ന ചാനലുകൾ നിരന്തരം ദൃശ്യങ്ങൾ കാണിക്കേണ്ടി വന്നു, ഒരു സസ്പെൻഷനെങ്കിലും ഇയാൾ കൊടുക്കാൻ. അപ്പോഴും ഇയാളെ ഇത്രകാലം സംരക്ഷിച്ച അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള രാഷ്ട്രീയ നേതൃത്വം അവിടെയെങ്ങും യാതൊരുവിധ അനക്കവുമില്ല. എന്തുകൊണ്ടാണ് ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നാണക്കേട് ആവർത്തിക്കുന്നത്? നമസ്കാരം. നമസ്കാരം. പഴയ കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിതയുണ്ട്, മടിയൻ കുട്ടിക്കൊരടി, മടിയൻ മാഷുക്കൊരിടി, മടിയൻ മന്ത്രിക്കൊരു വെടി. ഇങ്ങനൊരു കവിതയുണ്ടായിരുന്നു കുഞ്ഞുണ്ണി മാഷിന്റെ. എന്ന് പറഞ്ഞാല് അധികാരമുള്ളവര് മാന്യമായിട്ട് പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ അവരെ ആ സിസ്റ്റത്തിൽ നിന്ന് മാറ്റി നിർത്തുക മാത്രമാണ് ഒരു പോംവഴി. അത് മാത്രം പോരാ, അയാൾ ചെയ്ത ഒരു ക്രൈം കൂടിയാണ്. ഒരു വനിതയെ തല്ലി, അതൊരു ക്രൈമാണ്. അതിന്റെ പേരിൽ കേസ് വേറെ എടുക്കണം. ഇയാളെ സർവീസിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് മാത്രമല്ല, അയാളെ ആ വനിതയെ തല്ലിയതിന്റെ പേരിൽ ക്രിമിനൽ കേസ് വരെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിന്റെ കൂടെ തന്നെ അവിടെ വനിതാ പോലീസുകാരുണ്ടായിരുന്നല്ലോ, ഒരു വനിതയല്ലേ അവരിങ്ങനെ ചെയ്യുന്നത്? ഇവരൊക്കെ മനുഷ്യവർഗത്തിൽ പെടുന്നതാണോ? പോലീസ് കയറിയാൽ പിന്നെ മനുഷ്യത്വം ഇല്ലാതാവുകയാണോ? ഇന്ന് മാത്രം നല്ല പോലീസുകാരുണ്ട് ഈ ലോകത്തിൽ. നമ്മുടെ കേരളത്തില് ശബരിമലയോട്ട് ചെന്ന് നോക്ക്, എത്ര വിഷമിച്ചാണ് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നത്, അയ്യപ്പന്മാരെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോലീസ് പൊളൈറ്റ് ആയിരിക്കണം, ലോയൽ ആയിരിക്കണം, ഇന്റലിജന്റ് ആയിരിക്കണം, എഫിഷ്യന്റ് ആയിരിക്കണം എന്നൊക്കെയല്ലേ പറയുന്നത്. ഇതൊന്നും ഇല്ലാതെ അയാൾ നോക്കിയാ സ്റ്റേഷൻ നിൽക്കുന്നത് എങ്ങനെയാ? അയാൾ യൂണിഫോമിൽ പോലും അല്ലല്ലോ നിൽക്കുന്നത്. അയാൾ ഡ്യൂട്ടിയിലായിരുന്നോ ഇല്ലയോ എന്ന് പോലും അറിയില്ല, അയാൾ ലീവിലായിരുന്നോ അറിയില്ല. കൃഷ്ണൻകുട്ടി, അതിനകത്ത് ഈ മറ്റ് പോലീസുകാരൊക്കെ അയാൾ ചിലപ്പോൾ മേലുദ്യോഗസ്ഥനായിരിക്കും, പക്ഷെ അനീതി കാണുമ്പോൾ ആ അനീതിയെ ചെറുക്കാനുള്ള ഒരു സാമാന്യ മര്യാദ ഉണ്ടല്ലോ. അതിനുശേഷമൊക്കെ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്ന ആളുകൾ ഒരാൾ പോലും ഒരു പരാതി കൊടുക്കാനോ തെളിവ് നൽകാനോ ഒന്നും തയ്യാറായില്ല. പിന്നീടും ആ ഭർത്താവിന്റെ മുന്നിൽ വെച്ചാണ് ഭാര്യ അടിക്കുന്നത്. ആ എണീക്കുന്ന ഭർത്താവിനെ പിന്നെയും ചേർത്ത് വെച്ച് ഇടിക്കുകയാണ് ഇവർ. അതിനെ ഞാനും പറഞ്ഞത്, അടുത്ത അനീതി എനിക്കിത് കണ്ടിട്ട് രക്തം തിളയ്ക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ആദ്യം പറഞ്ഞതുപോലെ ഈ സംഭവം നടന്നത് 2024 ജൂണിലോ മറ്റോ ആണല്ലോ. അതിനുശേഷം ആ ദൃശ്യങ്ങൾ കൊടുക്കാൻ വിസമ്മതിച്ചവര് വേറെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ. സ്വാഭാവികമായ ദൃശ്യം കണ്ടവരാണല്ലോ ഈ പരാതി ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാല് ഇവരെ ഏറ്റവും താഴത്തെ പോലീസ് മുതൽ അങ്ങ് മുകളിലിരിക്കുന്ന ഏമാൻ വരെ എല്ലാവരും ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അവരൊന്നും അത്ര ശുദ്ധരല്ല എന്നാണ് തെളിയിക്കുന്നത്. ഇപ്പൊ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോ ഇങ്ങനെ നടക്കുന്നത് സർക്കാരിന് നാണക്കേട്. ഇതുപോലുള്ള ദുരന്തങ്ങളും പിന്നെ പോലീസ് മർദ്ദനവും ഒക്കെ ഏറ്റിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ, അന്നത്തെ സീനിയർ കമ്മ്യൂണിസ്റ്റുകാർ ഇഷ്ടം പോലെയുണ്ട്, ഇപ്പോഴും കേരളത്തിലുണ്ട്. ഇപ്പൊ ഭരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, വേറെ മന്ത്രിമാരുണ്ട്. ഇതൊക്കെ അനുഭവിച്ചവര് ഭരിക്കുമ്പോ ഇതൊക്കെ നടക്കുക എന്ന് പറഞ്ഞാല് എന്തായാലും ഈ നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. തീർച്ചയായിട്ടും കർശനമായിട്ട് തന്നെ നടപടി ഉണ്ടാവണം. നടപടി ഉണ്ടായാൽ മാത്രം പോരാ, നടപടി എന്താണെന്ന് പൊതുജനത്തോട് പറയുകയും വേണം. ഇന്ന കാര്യത്തിന്റെ പേരിൽ ഇന്നയാളെ ഞങ്ങൾ ഇന്ന നടപടിക്ക് വിധേയനാക്കി എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് തൃപ്തി വരുന്ന രീതിയിൽ നടപടി ഉണ്ടാവണം. ഇപ്പൊ നോക്കൂ, ദിലീപ് എന്ന് പറയുന്ന പിന്നെ നടനെ കേസിൽ നിന്ന് വെറുതെ വിട്ടു കഴിഞ്ഞപ്പോ നമുക്കൊക്കെ എന്തുമാത്രം ധാർമ്മിക രോഷം ഉണ്ടായി. അത് നമ്മളെല്ലാം പ്രതികരിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഇതുപോലുള്ള കേസുകളിൽ ഇത് മാത്രമല്ലല്ലോ, ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ എന്ത് നടപടി എടുത്തുനിന്ന് പബ്ലിക്കിൽ അത് പബ്ലിഷ് ചെയ്യുന്നില്ല. അതൊരു കുറ്റമാണ്. അത് തന്നെ ഒരു ശരിയായ കാര്യമല്ല. നമ്മളെ അറിയിക്കണം, പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ അറിയിക്കണം. ഇന്ന കുറ്റം ചെയ്ത ഇന്ന ആളെ ഇന്ന രീതിയിൽ ശിക്ഷിച്ചിരിക്കുന്നത് നമ്മൾ അറിയണം. എങ്കിലേ സമൂഹത്തിൽ ഒരു ഇത് വരുള്ളൂ എന്ന് മാത്രമല്ല, സർവീസിലുള്ളവർക്ക് ഒരു പാഠവും കൂടി ആവുള്ളൂ. ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കാനും പറയാൻ ആളുണ്ടാവുന്നു, അതിന് ശിക്ഷയുണ്ടാവുന്നു, ചോദ്യം ഉണ്ടാവുന്നു ഒക്കെ അറിയുന്ന രീതിയിൽ മാതൃകാപരമായി വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. നോക്കൂ, ഇപ്പൊ വന്ന വാർത്ത നിങ്ങളുടെ വേറെ ചാനൽ ഞാൻ കണ്ടതാണ്. തൃപ്പൂണിത്തുറ ഹിൽ പാലസില് അവിടെ കാണാൻ ചെന്ന വയോധികരെ അവിടുത്തെ പോലീസുകാരെ അപമാനിക്കുന്നതും ചീത്ത പറയുന്ന ഒരു സീൻ ഇപ്പൊ ടിവിയിൽ കണ്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു വേറെ ചാനലില്. നിങ്ങൾ കാണിച്ചോന്ന് എനിക്കറിയില്ല. എന്തായാലും നോക്കൂ, പോലീസുകാർ ഇങ്ങനെ അവിടെ എവിടെയൊക്കെ കിടക്കുന്നുണ്ട് ഇതുപോലുള്ള ക്രിമിനലുകൾ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്.
സ്വാഭാവികമായും ഏത് ഇടതുപക്ഷ കാരൻ എന്ന നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹത്തോട് ആ ചോദ്യം ചോദിച്ചതും. പക്ഷേ അദ്ദേഹം അടക്കം അതിഭീകരമായി തന്നെ തള്ളിപ്പറയുകയാണ്. മനസാക്ഷിയുള്ള മനുഷ്യർക്കാർക്കും ഇത്തരമുള്ള മനുഷ്യരെ ന്യായീകരിക്കാൻ ഒരു കാരണവശാലും കഴിയില്ല. പക്ഷേ അവരെയൊക്കെ സംരക്ഷിക്കാൻ എപ്പോഴും ഈ പോലീസിൽ മലയാളന്മാർ ഉണ്ട് എന്നുള്ളത് പേടിപ്പെടുത്തുന്നത് കൂടിയാണ്. എന്തായാലും ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ വേഗത്തിൽ മടങ്ങി വരാം. നമ്മൾ കേരളം നടുങ്ങുന്ന ഒരു കാഴ്ച ഇന്നലെ കണ്ടു. ഒരു പോലീസ് സ്റ്റേഷനിലെത്തിയ 2 കൈക്കുഞ്ഞുങ്ങളുമായി നിൽക്കുന്ന ഒരു യുവതിയുടെ മുഖം അടിച്ച് അവിടുത്തെ CI തകർക്കുന്നത്. അതിനെതിരെ അവർ പരാതി നൽകിയിട്ട് ഇപ്പോഴും നടപടിയൊന്നും ഉണ്ടായില്ല. ഇന്നലെ ചാനലുകൾ ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടപ്പോൾ മാത്രമാണ് സസ്പെൻഷനെങ്കിലും ഉണ്ടായത്. ആ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിമിനലുകളെ ഒരാൾ സാധാരണക്കാരായ മനുഷ്യൻ നിയമം അനുസരിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള മനുഷ്യരുടെ ഉള്ളിൽ പോലും ക്രിമിനലുകളെ സൃഷ്ടിക്കുന്ന ഇത്തരം പോലീസുകാർ സേനയിൽ തുടരുന്നുണ്ട്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. അദ്ദേഹത്തിലേക്ക് കടക്കും മുമ്പ് നമുക്ക് വേഗത്തിൽ 1-2 യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. പിണറായി സർക്കാരിൻ്റെ സംരക്ഷണ സേനയാണെന്ന് ജയകുമാർ പറയുന്നു. ഷിജു കിരിയത്ത് പറയുന്നു ഐ തിങ്ക് ദേ ആർ RSS പോലീസ് എന്ന് പറയുന്നു. പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി എന്ന പേര് മാറ്റി കോമഡി അതോറിറ്റി എന്നാക്കിയാൽ നന്നായിരുന്നു എന്ന് സദാനന്ദൻ പറയുന്നു. സുൽകുമാർ നമസ്കാരം പറയുന്നു. പോലീസ് എന്നാൽ ഒരു സെക്കൻഡ്, അത് ഒന്ന് പെട്ടെന്ന് അവിടെ നിന്ന് കമൻറ്റ് ചാടിപ്പോയി. പോലീസ് എന്നാൽ പൊളൈറ്റ്, ഒബീഡിയൻറ്റ്, ലോയൽ, ഇൻ്റലിജൻറ്റ്, കറേജിയസ് ആൻഡ് എഫിഷ്യൻറ്റ് ആയിരിക്കണം എന്നുള്ളത് കൃഷ്ണൻകുട്ടി പറയുന്നു. ഇനിയെങ്കിലും സർക്കാർ ക്രിമിനലുകളെ പോലീസ് സേനയിൽ എടുക്കരുത് എന്ന് രഘുനന്ദനൻ തിരുവില്ലാമരം ചൂണ്ടിക്കാണിക്കുന്നു. നോ കമൻസ്, ഇത് കേരളമാണ്. രക്ഷാപ്രവർത്തനം നടത്തുന്ന കപ്പിത്താൻ്റെ നാട്. മോന്തായം എന്നേ വളഞ്ഞുപോയി, പിന്നെ എങ്ങനെ ബാക്കി നേരെയാകുമെന്ന് സുൽകുമാർ ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു ചില ചോദ്യങ്ങൾ കൂടി അതിൽ വന്നിരിക്കുന്നു. ഇവിടെ എന്ത് ചെയ്താലും രാഷ്ട്രീയ പരിരക്ഷ കിട്ടും എന്ന് നന്ദകുമാർ പറയുന്നു. ക്രിമിനൽ ആണല്ലോ എന്ന് വേണുഗോപാൽ ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ഗോവിന്ദച്ചാമിയോ കൊടിസുനിയോ പൾസറിനെയോ ഇവരെ ആരെയെങ്കിലും അടിക്കാൻ ഈ കെട്ട പോലീസുകാർക്ക് ധൈര്യമുണ്ടോ എന്ന് സുൽകുമാർ ചോദിക്കുന്നു. അത് പലപ്പോഴും ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ വലിയ ക്രിമിനലുകൾക്ക് നേരെ അല്ലെങ്കിൽ വലിയ പ്രശ്നകാരികൾക്ക് നേരെ പലപ്പോഴും പോലീസുകാർ വളരെ പൊളൈറ്റായി മാത്രമേ, എല്ലാവരോടും അങ്ങനെ തന്നെ ഇടപെടണം എന്നുള്ളതാണ് ശരി, അവരോടായാലും അങ്ങനെ തന്നെ ഇടപെടണം എന്നുള്ള ന്യായം. പക്ഷേ അവരുടെ നേരെ ഒന്നും ഒരിക്കലും ഈ ഹുങ്കിന് പല പോലീസുകാരും, ഇത്തരം പോലീസുകാരുണ്ടല്ലോ, അവരൊന്നും ഈ ഹുങ്കിന് പോകാറില്ല. നാട്ടുകാരുടെ പാവപ്പെട്ടവരുടെ മേലാണ് ഈ പ്രതാപചന്ദ്രനെ പോലെയുള്ളവരൊക്കെ ഈ ഹുങ്ക് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും മറ്റ് ചില ചോദ്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെയാണ്. കുറേ ഇങ്ങനെ ചെയ്തവനെ പിരിച്ചുവിടുക, സസ്പെൻഷൻ അല്ല വേണ്ടത്, സ്ത്രീകളുടെ ദേഹത്ത് കൈവെക്കാൻ അവന് എന്ത് അധികാരം, അവൻ നിയമപാലകനാണോ എന്നൊക്കെ എൻഡ്ലെസ് ബ്ലസ് ചോദിച്ചിരിക്കുന്നു. ഒരു ദിവസം ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ പോയി, അവിടെ തെറിയുടെ അഭിഷേകം ആണ്, കുടുംബത്തോടെ പോകാൻ പറ്റാത്ത സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ ബാബു പറയുന്നു. എന്തായാലും അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, ഇത്തരം ക്രിമിനലുകളെ സംരക്ഷിക്കാൻ പോലീസ് സേനയിൽ ആളുണ്ട്. ഇത്തരം ക്രിമിനലുകൾ പോലീസ് സേനയിൽ തുടർന്നാൽ സാധാരണക്കാരായ നിയമം അനുസരിക്കാനൊക്കെ താല്പര്യമുള്ള മനുഷ്യർ പോലും ക്രിമിനലുകളായി മാറും, അല്ലെങ്കിൽ അങ്ങനെ ആകാൻ നിർബന്ധിതരാകുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇതിനൊരു തിരുത്തൽ വേണ്ടേ? സാറേ നമസ്കാരം. സാറേ എങ്ങനെയാന്ന് പറഞ്ഞ നമസ്കാരം. പിന്നെ എങ്ങനെയാന്ന് പറഞ്ഞാൽ സാറേ, ഈ ആഭ്യന്തര വകുപ്പ് ഇത് നിയന്ത്രിക്കുമ്പോൾ ആദ്യം ഈ സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, ഈ പിന്നെ മെന്റൽ ഡിസീസ്, ഇങ്ങനെയുള്ള കൂട്ടരെല്ലാം ഒന്ന് ഈ ഡോക്ടർമാരെ കൊണ്ട് പരിശോധിക്കണം. ഈ അതായത് ഏറ്റവും നല്ല പിന്നെ പോലീസുകാരുണ്ട്, നല്ല റെസ്പെക്ട്, മാനേഴ്സ്, ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത നല്ല മനസാക്ഷിയുള്ള പോലീസുകാരുണ്ട്. എല്ലാം അധിക്ഷേപിക്കുന്നില്ല. ഒരു പായസം പെടുത്താക്കാൻ കുറച്ച് പ്രാണി മതി. പക്ഷെ ഇങ്ങനെയുള്ള കൂട്ടർ എങ്ങനെയാണെന്നറിയാം, ഇവർ പിടിച്ചു പറിക്കാറ്, കൊള്ളക്കാറ്, പിന്നെ അങ്ങനെയുള്ള കൂട്ടർ ആ സെക്ഷനിൽ വരുമ്പോ ആടെ പിടിച്ചിരുന്ന് എന്നെ ഇങ്ങനത്തെ മെഡിക്കൽ ആടിയിട്ടില്ല. അതായത് പിടിച്ചു പറി, കൊള്ളക്കാറ്, എത്ര പറഞ്ഞാലും ശരിയാതെ പിന്നെ കൊള്ളക്കാരൻ ഈ പിടിച്ചു പറയുക ആളെ കൊല്ലുന്നതെല്ലാം ഉണ്ടാവൂലേ, ആടെ പിടിച്ചിട്ട് മെഡിക്കൽ ആടിയിട്ട് ഇടുക. ഇങ്ങനത്തെ മാനമര്യാദയുള്ള പിന്നെ ജനങ്ങളെ, ഒരു സ്ത്രീയല്ലേ ആ സ്വന്തം ഭർത്താവ്, അതായത് ലൈഫ് പാർട്ട്ണർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ട് ആ ചെറിയ കുട്ടികളെ എടുത്തിട്ടല്ലേ ആ സ്ത്രീ പ്രഗ്നന്റ് എന്നാ പറയുന്നത്. ആ സ്ത്രീ എടുത്ത് വന്നിട്ട് ഇങ്ങനെയാ പെരുമാറുക. എന്നാ വനിതാ പിന്നെ ഓറഞ്ചിനെ നോക്കുകുത്തിയായിട്ട് നിന്നിന് മറ്റുള്ള ആത്മാർത്ഥമുള്ള ചില പോലീസുകാർ പിടിച്ചിട്ട് ചങ്ങായിനെ പിടിച്ച് അങ്ങോട്ട് ആക്കുന്നുണ്ട്. ഇതിനൊന്നും പിന്നെ ഈ സർവീസിൽ ഒരു കാലത്തും വെക്കും. എന്താന്നാല് ഫ്യൂച്ചറിൽ നമ്മളെ പോലത്തെ എല്ലാവർക്കും വിഷമാവും. അതായത് താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ ദിവാകരൻ. ശ്രീമതി ജയാണ് കൊല്ലത്തൊന്നും. ശ്രീമതി ജയ, ഇങ്ങനത്തെ പോലീസുകാർ പോലീസ് സേനയ്ക്കാകെ, കേരളത്തിനാകെ നാണക്കേടല്ലേ? ഇവർക്കെതിരെ കടുത്ത നടപടികൾ വേണ്ടതല്ലേ? നമസ്കാരം കിരൺ. നമസ്കാരം.
തീർച്ചയായിട്ടും അവർക്ക് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം. ഇപ്പൊ ഒരു സസ്പെൻഷനിൽ ഒതുക്കരുതും, അയാളെ ഡിസ്മിസ് ചെയ്യണം. സ്ത്രീകളെ ഉപദ്രവിക്കാനൊന്നും ഒരു നിയമത്തിൽ ആർക്കും ഒരു അനുവാദവും ഇല്ല. പിന്നെ തന്നെയല്ല, ഇയാൾ ഭയങ്കര ക്രിമിനൽ ആണെന്ന് ഇത് മുമ്പ് ഒരു പയ്യൻ എറണാകുളത്തൊരു ബ്രിഡ്ജിന്റെ അടിയിൽ കിടന്ന പയ്യനെ വിളിച്ചണത്തി അടിക്കുന്ന രംഗമൊക്കെ ഇപ്പൊ ഇന്ന് TV കാണിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തൊരു മര്യാദകേടായി കാണിക്കുന്നത്. ആഭ്യന്തരമന്ത്രി ഇതിന് ഒരു പരിഹാരം കണ്ടുപിടിക്കണം. ഇയാളെ ഡിസ്മിസ് തന്നെ ചെയ്യണം. ഇയാളെ ഇനി ഈ സർവീസിൽ വെച്ചോണ്ടിരിക്കരുതും. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ചന്ദ്രൻ നായരാണ്, തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ചന്ദ്രൻ നായർ, ഇത്തരം പുഴുക്കുത്ത് എന്ന് പറഞ്ഞാൽ പോരാ, തനി ഗുണ്ടകൾ, അത്തരം ഗുണ്ടകളെയൊക്കെ പോലീസിൽ വെച്ചുകൊണ്ട് പോകുന്നത് ഈ പോലീസ് സേനയ്ക്കും കേരളത്തിനും ആകെ നാണക്കേടല്ലേ? കിരൺ സാർ, ജനങ്ങളോട് ഇങ്ങനെ പ്രതാപം കാണിക്കുന്ന ഗുണ്ടകളെ ജയിലിലടയ്ക്കണം. സാർ, മുഖ്യമന്ത്രിയുടെ രാജകീയ ബസ്സിന് കരിങ്കൊടി കാണിച്ചവരെ സുരക്ഷയിലുള്ള പോലീസുകാർ തല്ലിച്ചതച്ചിട്ട് എന്തെങ്കിലും നടപടി എടുത്തോ സാർ ഇവിടെ? സാർ, ഇതും അങ്ങനെ തന്നെ പോകും. ആ പാവ സ്ത്രീയും ആ പാവ സ്ത്രീയുടെ കുടുംബവും അവരനുഭവിക്കും. ഇയാളെ എന്താണെന്ന് വെച്ചാൽ സസ്പെൻഡ് ചെയ്യും. കുറെ കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ 75% വരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശമ്പളം കിട്ടും. അതായത് നമ്മുടെ നികുതി പൈസ. ഇയാളെ ജയിലിൽ അടയ്ക്കണം. ജയിലിൽ അടച്ചാലും നമ്മൾ തന്നെയാണല്ലോ നികുതി കൊടുത്ത് ഇവർക്ക് ശമ്പളം കൊടുക്കണേ, ചെലവിന് കൊടുക്കേണ്ടതും. സാർ, ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. സാറ് പറയുന്ന ഭാഷയെക്കാളും പുഴുക്കളെന്നേ ഞാൻ പറയുള്ളൂ, പുഴുക്കള്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, ഒരുപാട് കാലമായല്ലോ, വിളി ഇപ്പോൾ ഇല്ലല്ലോ, എന്ത് പറ്റി? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. ഞാൻ ആ ബെഡ് റെസ്റ്റിലൊക്കെ ആയിരുന്നു. എന്ത് പറ്റി? 2 അറ്റാക്കും ഒക്കെ ഉണ്ടായി. അയ്യോ, അരിപ്പിച്ചു തന്നെ. ആണോ? ഇപ്പോ എല്ലാം റെഡിയായോ? മരുന്നിലിരിക്കുകയാണ്. അപ്പൊ ഈ ഇലക്ഷൻ പ്രവർത്തനത്തിനൊന്നും ഇറങ്ങാൻ കഴിഞ്ഞില്ലല്ലേ? ഇല്ല, ഇപ്പോഴും പുറത്തോട്ട് ഇറങ്ങാതിരിക്കുക. ആൻജിയോപ്ലാസ്റ്റി നടത്തി, 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോ 2 മാസം ആകുന്നു. ആന്നില്ല, ഞാൻ ഇടയ്ക്ക് ആലോചിക്കുകയും ചെയ്തു, മൊയ്തീൻ കുഞ്ഞിനെ ഇപ്പോൾ കാണാനേ ഇല്ലല്ലോ, വിളിക്കുന്നില്ലല്ലോ. സാധാരണ കായംകുളത്തൊക്കെ നിങ്ങളുടെ പാർട്ടി ജയിച്ചു കഴിഞ്ഞപ്പോഴെങ്കിലും വിളിക്കേണ്ടതാണല്ലോ, പക്ഷെ വിളിച്ചില്ലല്ലോ എന്ന്. കൂടുതൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടൊക്കെയാ അനങ്ങാതിരുന്നത്. പിന്നെ ഒരു 4 മാസം കൂടെ കഴിയുമ്പോഴേ കിരണേ, ആഭ്യന്തരമന്ത്രി എന്തുവാണെന്നും ആഭ്യന്തരമന്ത്രിയുടെ പവർ എന്തുവാണെന്നും ഒരു 4 മാസം കൂടെ കഴിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കാം. അത് കണ്ട് ഇനി പഠിക്കണം. പിന്നെ ഇത് ഇപ്പം 1.5 വർഷമായ ഒരു സംഭവമാണ്. ആ സമയത്തെന്ന് പറയുമ്പോൾ പിണറായി വിജയന്റെ കേരള ഇത് യാത്ര നടക്കുന്ന സമയമാണ്. അന്ന് കണ്ണി കണ്ടവരെ ഒക്കെ ചെടിച്ചട്ടി കടിക്കുകയും ഒക്കെ ചെയ്ത ഒരു കാലമാണ്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ചെടിച്ചട്ടിക്ക് അടിക്കുകയും ചൂരിൽ വെച്ച് ഗൺമാന്മാര് ഇറങ്ങി വന്ന് അടിക്കുകയൊക്കെ ചെയ്ത ഒരു കാലമാണ്. അന്നേരമാണ് ഈ സംഭവം നടന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് ഊഹിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഈ ജീവൻ രക്ഷാമാർഗം ആണ് ഈ കാണിച്ചത്. ഇപ്പൊ ഇയാൾ ഈ കാണിച്ചേക്കുന്നത് അതേ നമുക്ക് പറയാൻ നോക്കുന്നുള്ളൂ. ആഭ്യന്തരം എന്തുവാണെന്നുള്ളത് കാണിച്ചു കൊടുക്കാം. ഒരു 4 മാസം കൂടെ ആകുമ്പോ ഈ കേരളത്തിലെ ജനങ്ങളെല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കട്ടെ. ശരി, ശ്രീ മൊയ്തീൻ കുഞ്ഞ്, എന്തായാലും താങ്കൾ വളരെ വേഗത്തിൽ തന്നെ പൂർണ്ണ ആരോഗ്യവാനായി എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും ശ്രീ സിജോ ആണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ സിജോ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് അയാളെ പിരിച്ചുവിടണം, സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബിജു ആണ് തിരുപുറത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബിജു, ഇത്തരം പോലീസുകാരെ സേനയിൽ ഇപ്പോഴും തുടരുന്നു, അതും ഈ ആധുനിക കാലത്ത് 2025-ലും ഇത്തരം ആധുനിക കാലത്ത് മാത്രമല്ല പഴയ കാലത്തും ഉണ്ടായിരുന്നു. ഈ പോലീസില് ഇപ്പോ നമ്മളെ CCTV പോലീസ് സ്റ്റേഷനിൽ സ്ഥാപിച്ച ശേഷമാണ് നമ്മൾ ഇതെല്ലാം പുറത്തു വരുന്നത്. മുൻകാലങ്ങളിൽ ഇതെല്ലാം പോലീസ് സ്റ്റേഷൻ നടന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഈ CCTV ഇല്ലാത്തതുകൊണ്ട് പുറത്തു വന്നിട്ടില്ല. ഇപ്പൊ CCTV ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ ദൃശ്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞാൽ ഇത് നടപടി സസ്പെൻഷനിൽ കൊണ്ടുവന്ന് ഒതുക്കേണ്ടതല്ല. ഇത് വളരെ മാതൃകാപരമായ ശിക്ഷ നടപ്പിലാക്കി ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കണം. സംശയമില്ലാത്തവരെ സർവീസിൽ പുറത്താക്കുന്നത് മാത്രമല്ല, ഈ പരാതി സ്വീകരിക്കാത്തതിന് പരാതി ഇതുവരെയായിട്ട് പൂഴ്ത്തി വെച്ചിരിക്കുന്ന ആരൊക്കെയാണെന്ന് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്തിട്ട് ആ നടപടി എടുക്കുകയും വേണം. എങ്കിൽ മാത്രമേ അതൊരു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പോലീസ് ആവുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഇത് ഇടതുപക്ഷ സർക്കാരിന് തന്നെ നാണക്കേടാണ്. കാരണം ഇവര് മർദ്ദനം ഏൽക്കാത്ത ആൾക്കാർ കുറവാ. ഈ സർക്കാർ ഇപ്പൊ എന്റെ ഭരണകർത്താക്കളായിരിക്കുന്നവര് മർദ്ദനം ഏൽക്കാത്തവർ വളരെ കുറവാണ്.
ഇപ്പൊ കോൺഗ്രസ്സുകാരൊക്കെ പലരും വിളിച്ച് രാഷ്ട്രീയമായി ഇത് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഗവൺമെന്റിന്റെ കാലത്തൊക്കെ ഭീകരമായ മർദ്ദനങ്ങൾ സഹിച്ച ആൾക്കാരാണ് ഇടതുപക്ഷക്കാര്. പക്ഷെ ഇപ്പോഴാണ് ഇതിന്റെ കറക്റ്റ് ഓഡിറ്റ് വന്നത്. കാരണം CCTV വരികയും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ട് കൃത്യമായിട്ട് ജനങ്ങളിൽ അറിയാൻ പറ്റുന്നത് ഇപ്പോഴാണ്. അതുകൊണ്ടാണ് ഇത് അവർക്ക് ഗവൺമെന്റ് അപകീർത്തിപ്പെടുത്താനും കൂടെ ഇത് യൂസ് ചെയ്യുന്നുള്ള കാര്യം ഗവൺമെന്റ് മനസ്സിലാക്കിയിട്ട് വളരെ ശക്തമായ നടപടി, അല്ല വാക്കുകൾ കൊണ്ട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ജനകീയ പോലീസാണ് മറ്റു കാര്യങ്ങളാണെന്ന് വാക്കുകൾ കൊണ്ട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നടപ്പിലാക്കുന്നത് വളരെ ശക്തമായ നടപടി, മാതൃകാപരമായ നടപടി നടപ്പിലാക്കണമെന്നാണ് എനിക്കിത് പറയാനുള്ളത്. ഓക്കെ, ഇത്രയാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ ബിജു. അത്തരം നടപടികൾ തന്നെയാണ് ഒരു ഇടതുപക്ഷ സർക്കാർ ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ പോലീസിൻ്റെയൊക്കെ ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാർ വരെയുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർ നയിക്കുമ്പോഴെങ്കിലും ജനത്തിന് ആ നീതി ഉറപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഇടതുപക്ഷം എന്ന് പറയുന്നത് പോലും അർത്ഥമില്ല എന്ന് പറയേണ്ടി വരും. എന്തായാലും അത് തന്നെയാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീ രാഘവനാണ്, കണ്ണൂരിൽ നിന്നാണ്. ശ്രീ രാഘവൻ, താങ്കൾ സ്റ്റേഷനിൽ നിന്ന് പ്രത്യേകതയില്ലേ? യൂണിഫോമില്ല, ഒരു വനിതാ പോലീസ് വസ്ത്രയിലും യൂണിഫോം ആണല്ലോ. ഇന്ന് പ്രത്യേകതയുണ്ടോ? കേട്ടില്ല, താങ്കൾ പറഞ്ഞോളൂ. ആ സ്റ്റേഷനില് ആ ആർക്കും യൂണിഫോം ഇല്ല. ആകെ ഒരു വനിതാ പോലീസ് വസ്ത്രയാണ് കാണുന്നത്, ബാക്കിയുള്ള പോലീസുകാരാണെന്ന് പറയപ്പെടുന്നു. അല്ല, ഇടയ്ക്ക് നിൽക്കുന്ന ഈ മറ്റു ദൃശ്യങ്ങളിൽ കുറച്ച് പേർ കൂടെ യൂണിഫോം കാണുന്നുണ്ട്. ഇതിൽ ആരൊക്കെ പോലീസുകാരാണ് അല്ല എന്നുള്ളതിന് ഇനി നമുക്ക് കൃത്യമായി അറിയില്ല. ചിലരൊക്കെ പോലീസുകാരാണ്, എന്തായാലും അയാളെ തടഞ്ഞു നിർത്താനൊക്കെ പോലീസുകാരാണ്. ചെയ്യുമ്പോ അവർ യൂണിഫോം ഇട്ടിട്ട് പോലീസുകാരന്റെ കടമ സ്റ്റേഷനിൽ പോയിട്ട് ശരിയല്ല. അത് ആ സമയത്ത് ഇനി എന്താണെന്നുള്ള കാര്യം അന്വേഷിക്കണം പൂർണ്ണമായി. അതിന്റെ അവര് ആർക്കും യൂണിഫോം ഇല്ല, അങ്ങനെ നിയമം ഉണ്ടോ? അതറിയണ്ടേ? ഒരു വനിതാ പോലീസ് ഈ കാണുന്നില്ല, കാണുന്നില്ല. അതെ അതെ. അപ്പൊ അത് പരിശോധിക്കണ്ടേ? അത്തരം കാര്യങ്ങളല്ല, യൂണിഫോം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ചെറിയ ചെറിയ കുറ്റങ്ങളല്ല പ്രധാനം. അതിനേക്കാളൊക്കെ എത്രയോ വലിയ ക്രൂരതയാണ് അതിനിടയിൽ. ശരി, ഓക്കെ. ശ്രീ രാഘവൻ, ശ്രീ സെബാസ്റ്റ്യൻ ആണ്, വയനാട് നിന്നാണ്. ശ്രീ സെബാസ്റ്റ്യൻ, ഇത്തരം പോലീസുകാർ ഇന്നും നമ്മുടെ സേനയിൽ ഉണ്ട് എന്നുള്ളതും അവരിതൊക്കെ ചെയ്തിട്ടും കഴിഞ്ഞ 1.5 വർഷമായി അവർക്ക് സുഖമായി കാക്കിയിട്ട് ഇവിടെ കഴിയുന്നു എന്നുള്ളതും ഒരു അസ്വസ്ഥപ്പെടുത്തുന്ന യാഥാർത്ഥ്യമല്ലേ? അതെ 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 സാറേ, ഇത് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 9.5 വർഷമായി. ഹലോ, കേൾക്കാൻ പറഞ്ഞോളൂ. ഈ 9.5 വർഷത്തിനുള്ളിലാണ് 150-ലധികം പോലീസുകാരാണ് സർവീസിൽ നിന്ന് ഇതുപോലുള്ള ജനങ്ങളോട് ക്രൂരമായി പ്രവർത്തിക്കുന്നവരെ സസ്പെൻഡ് ചെയ്തും ചിലരെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ട് മാതൃകപരമായ നടപടിയാണ് കേരള സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ വിഷ്വൽ പുറത്തു വന്നപ്പോൾ തന്നെ ഈ അരൂർ CIനെ പുറത്ത് സസ്പെൻഡ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കുകയാണ് ചെയ്തത്. അത് കേരളത്തിന് മാതൃകയായ ഒരു നടപടിയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്ന ഒരു നടപടി കൂടിയാണ്. ഈ നടപടിയെ ഞാൻ അഭിനന്ദിക്കുന്നു. അതൊന്ന്. 2, വടക്കൻ സംസ്ഥാനങ്ങളിൽ ഇതുപോലെ ഒരു നടപടി സ്വീകരിക്കുന്നില്ല. അല്ല, ഒരു സംശയം ശ്രീ സെബാസ്റ്റ്യൻ, ഈ സംഭവം ഉണ്ടാകുന്നത് 2024 ജൂൺ 20-നാണ്. ഇപ്പോൾ 2025 ഡിസംബർ ആവുന്നു. ഇന്നലെ ചാനലുകൾ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഇവർ, ഈ സ്ത്രീയും അവരുടെ ഭർത്താവും, പോലീസ് സ്റ്റേഷനിലും അതിന്റെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒക്കെ പരാതി കൊടുത്തതാണ്. അവരൊക്കെ ഈ പരാതി പരിശോധിച്ചതും അവരൊക്കെ ഈ ദൃശ്യങ്ങൾ കണ്ടതുമൊക്കെയാണ്. ആ കണ്ട ആളുകളൊക്കെ ഇവർക്കെതിരെ യാതൊരു നടപടിയും എടുത്തില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഈ സർക്കാർ അങ്ങനെയൊക്കെ ചെയ്താലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് നാളെ ഒന്നും സംഭവിക്കാനില്ല എന്നുള്ള ഉറപ്പുകൊണ്ട് തന്നെയല്ലേ ഇയാൾ ഇപ്പോഴും ഒരു സ്റ്റേഷനിൽ SHO ആണ്. ഇന്നലെ മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നില്ലെങ്കിൽ, ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലെങ്കിൽ അവരുടെ വെർഷൻ തന്നെ നാളെ ഈ സർക്കാരും പറയും അവിടെ വന്ന് ആ സ്ത്രീ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. അവർ പറയുന്നത് 2 കൈക്കുഞ്ഞുങ്ങളുമായി വന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു, കൈക്കുഞ്ഞുങ്ങളെ എറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ആ കള്ളമൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടി വരില്ലായിരുന്നോ? താങ്കൾ അടക്കമുള്ളവർക്കൊക്കെ വിശ്വസിക്കേണ്ടി വരില്ലായിരുന്നോ? അതെ അതെ. എനിക്കൊരു അഭിപ്രായം കൂടെ പറയാനുണ്ട് സാറേ. പറഞ്ഞു. ഈ CIയുടെ പേരിൽ അന്ന് വന്ന കറപ്ഷനിൽ ഈ പരാതി ശക്തമായ രീതിയിൽ ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കാനോ മറ്റു കാര്യങ്ങൾ മറ്റു ഉദ്യോഗസ്ഥന്മാർ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലെന്ന്
കാര്യമായ രീതിയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ ശ്രീ സാധിക്കുന്നത്. സെബാസ്റ്റ്യൻ, അങ്ങനെ റിപ്പോർട്ട് കൊടുക്കാത്ത ആളുകൾക്ക് അതിന് ധൈര്യം നൽകുന്ന ഘടകം കഴിഞ്ഞ 9 വർഷമായി 8 വർഷം ഭരിക്കല്ലേ, അങ്ങനെ ഞാൻ റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ ഈ സ്റ്റേഷനിൽ നമ്മൾ കാണുന്നുണ്ടോ ഈ കൂട്ടുപ്രതികളായി നിൽക്കുന്ന കുറെ പോലീസുകാർ നിൽക്കുന്നുണ്ട്. അതിൽ ഞാൻ ഈ ഒരു ഇത് കണ്ടിട്ട് ഞാൻ ഇതിന് പരാതി കൊടുത്തില്ലെങ്കിൽ എനിക്കെതിരെ നടപടി ഉണ്ടാവും എന്ന് വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും പരാതി കൊടുക്കില്ലേ? ഈ സ്റ്റേഷനിൽ ഇത് അനുവദിക്കില്ല എന്ന് ആ സിഐയുടെ മുഖത്ത് നോക്കി പറയില്ലേ? അവിടേക്ക് സാധാ കോൺസ്റ്റബിൾ അടക്കം പറയില്ലേ? സാറേ, എന്റെ അഭിപ്രായം ഈ പരാതി അത് വിശദമായ രീതിയിൽ അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച ഇതിനകത്തുണ്ട്. അതുകൊണ്ട് അവർ ഈ സിയുടെ പേരിൽ എടുത്തിരിക്കുന്ന അതേ നടപടി തന്നെ മറ്റുദ്യോഗസ്ഥന്മാരുടെ പേരിൽ എടുക്കണമെന്നുള്ളതാണ് വയലാറിൽ നിന്ന് സെബാസ്റ്റ്യൻ ചെല്ലതറയുടെ അഭിപ്രായം. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബിനോയ്, താങ്കൾക്ക് പറയാം. നമസ്കാരം കിരണേ. നമസ്കാരം. ഇത് സത്യത്തിൽ നിങ്ങൾ മാധ്യമങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ, ഞാൻ എപ്പോഴും പറയും ഫോർത്ത് സ്റ്റേറ്റ് ഈ നാട്ടിൽ ഈ രാജ്യത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപാട് നമ്മളുടെ പെങ്ങന്മാരും ഒരുപാട് കുറ്റങ്ങളൊന്നും ചെയ്യാത്ത ക്രിമിനലുകളല്ലാത്തവരെ ഇതുപോലെയുള്ള പ്രതാപൻ, മിന്നൽ പ്രതാപൻ എന്താ അദ്ദേഹത്തിന് വിളിക്കുന്നത്, മിന്നൽ പ്രതാപന്മാര് ഒരുപാട് ഗുണ്ടകളും അങ്ങനെയൊക്കെ എന്തെങ്കിലും വട്ടപ്പേരെടുക്കാറുണ്ട്, കാക്കിയിട്ട് ഗുണ്ടയാലും അല്ലാത്ത ഗുണ്ടയാലും ഒക്കെ. അപ്പൊ ഈ ഗുണ്ട ഈ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ എല്ലായിടത്തും ഇവർ പരാതി പോയി. പക്ഷെ ജനം ഇത് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ മീഡിയ മാധ്യമങ്ങൾ കൃത്യമായി ഓരോ ന്യൂസും പുറത്തു വിടുമ്പോഴാണ്. സത്യത്തിൽ അതൊരു വലിയ ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, പിണറായി വിജയൻ 9.5 വർഷമായി ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയതിനു ശേഷം, പണ്ടൊക്കെ ഇങ്ങനെ നടന്നിട്ടില്ലെന്നല്ല, നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പണ്ട് 10% ഇപ്പോൾ 100% ഗുണ്ടകളായ പോലീസ് ഉദ്യോഗസ്ഥർ ഈ സേനയിലുണ്ട്. ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷെ ഇതുപോലെയുള്ള പ്രതാപന്മാർ, അതായത് അവരുടെ ഹസ്ബൻഡ് എന്ത് കുറ്റം ചെയ്തോ കുറ്റം ചെയ്തില്ല, അത് രണ്ടാമത്തെ കാര്യം. ഒരു വനിതയോട് ഒരിക്കലും കാണിക്കാത്ത രീതിയിൽ ഒരു ചെറുപ്പക്കാരൻ പറയുന്ന റിനോഷ്, അദ്ദേഹത്തിന് അവിടെ കൊച്ചിയിൽ ഇരുന്നപ്പോൾ എന്തിനാ ഇരിക്കുന്നത് എന്ന് ചോദിച്ച് അദ്ദേഹത്തിന്റെ 2 കരണത്തും അടിച്ച ഇതുപോലുള്ള ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് അല്ല, എന്നേക്കുമായി ഉദ്യോഗത്തിൽ നിന്ന് പറഞ്ഞു. നമ്മൾ കുന്നംകുളം സംഭവത്തിൽ പറഞ്ഞു, അന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും, അവരെ പിരിച്ചുവിടുന്നു. പക്ഷെ നാളിതുവരെ അവരെ ഒന്നും പിരിച്ചുവിട്ടിട്ടില്ല. പ്രതാപനെ പോലെയുള്ള 100 കണക്കിന് ക്രിമിനലുകൾ പോലീസിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ നല്ല ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. ഞങ്ങളൊക്കെ ഒരു രാത്രിയും പകലും ഒക്കെ പോലീസ് സ്റ്റേഷനിലും ഉദ്യോഗസ്ഥരും ഒക്കെ കാണുന്നത്. പക്ഷെ 5% ക്രിമിനലുകളിൽ പെടുന്ന ഒരാളാണ് ഈ പ്രതാപൻ. അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന ഈ നാട്ടിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, പശ്ചിമ ബംഗാളും ത്രിപുരയും എങ്ങനെയാണോ പുറന്തള്ളപ്പെട്ടത്, അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും ഇന്ന് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയനെയും കേരള പോലീസിനെയും ജനങ്ങൾ വിധി എഴുതും. അതിന്റെ ശരി ബിനോയ്, ഇത് കേരളത്തിലെ പോലീസിന്റെ കാര്യത്തിൽ പിണറായി വിജയൻ ഭരിക്കുമ്പോഴും ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴും ഒന്നും കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അന്നും ഇന്നുമെല്ലാം കേരള പോലീസിന്റെ കാര്യത്തിൽ ഇത്തരം സംരക്ഷണം എല്ലാ കാലത്തും ഈ അധികാരികൾ അവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി എല്ലാ കാലത്തും ഈ പോലീസുകാരെ ഉപയോഗിക്കുകയും അതുകൊണ്ട് കുറെ ക്രിമിനലുകൾ നാട്ടുകാരുടെ പുറത്ത് കയറുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ എല്ലാ കാലത്തും ഉണ്ട്. അല്ല കിരണ്, ഞാനിപ്പോ പറയാം, പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കിരൺ ഒരു സംഭവം മനസ്സിലാക്കി. ഇത് ഞാൻ കരുതുന്നത് അങ്ങനെയല്ല ശ്രീ ബിനോയ്, രാഷ്ട്രീയവൽക്കരിക്കില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത് ഇതിനകത്ത്. ഇത് രാഷ്ട്രീയക്കാർക്ക് ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. ഇനി CPM ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ, പ്രാദേശിക രാഷ്ട്രീയക്കാർക്കൊക്കെ പോലീസുകാരുടെ കാര്യത്തിൽ ഇടപെടാനൊക്കെ ഒരു ചെറിയ കഴിവൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഇത്തരം ക്രിമിനലുകളെ ഒന്നും അവർ വെച്ചുകൊണ്ടിരിക്കില്ല. അവർക്ക് എപ്പോഴും ജനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ വേണം. അവിടെ ജനങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്ന, ജനങ്ങളുമായി മാന്യമായി പെരുമാറുന്ന ഉദ്യോഗസ്ഥരെ മാത്രമേ അവർ പ്രിഫർ ചെയ്യൂ, അതിന് ഏത് പാർട്ടിക്കാരായാലും. ഈ പോലീസിനെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ രസമൊക്കെയാണ്, പക്ഷേ ഇത്തരം അവസ്ഥ കൂടി ഉണ്ട് അതിൽ. അല്ല കിരണ്, ഞാനും കിരണും കൂടിയുള്ള ഒരു സംഭവത്തിനെതിരെ എനിക്ക് പോലീസ് കേസെടുത്തുണ്ട്, അറിയാവോ കിരണെ? പണ്ട് ഗോദ ചർച്ച നടന്നപ്പോൾ അവിടെ നടന്ന വിഷയത്തിലല്ലേ? ഗോദ അത് കിരൺ അങ്ങ് പോയി. കിരൺ, ഞാനൊരു കാര്യം പറയാം. ഗോദ ചർച്ച നടന്നപ്പോൾ അവരുടെ ചിന്തോ ജറാമിനെ ശ്രീ ബിനോയ്, നമുക്ക് അത്രയും വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഇപ്പോൾ സമയമില്ല, നമ്മുടെ സമയം അവസാനിക്കാറാകുന്നു. അതുകൊണ്ടാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, അത് നമ്മുടെ ചർച്ചയുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ ചർച്ചയ്ക്ക് ശേഷം നടന്ന തർക്കത്തിന്റെ പേരിലാണ്. ശ്രീ മനോജാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ മനോജ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഹലോ, പിന്നെ ഈ ഒരു ഇൻസിഡന്റിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇത് ഇയാളെ ശിക്ഷിക്കുക വേണം, ശരിയാണ്. പക്ഷെ ഇന്ന് സമൂഹം വേറൊരു രീതിയിലാണ്. കാരണം ഇന്ന് പോലീസുകാരോടുള്ള തട്ടിക്കയറുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്.
റോഡ് സൈഡൊക്കെ വന്ന് എന്തെങ്കിലും ഒരു കാര്യം ഒരാളെ വിളിച്ച് ചോദിക്കുമ്പോഴൊക്കെ തന്നെ തട്ടിക്കയറും. പോലീസുകാരോട് അങ്ങോട്ട് ഭയങ്കര ഭീകരമായിട്ട് കയറുന്ന ഒരു അവസ്ഥ ഇന്നുണ്ട്. സമൂഹത്തിന്റെ ഒരു വ്യത്യാസം ഉണ്ട്. അതുണ്ട്. ഏത് പോലീസുകാരുടെ തട്ടിക്കയറുന്നതിന് എന്താണ് കുഴപ്പം? മാന്യമായി പെരുമാറിയില്ലെങ്കിൽ അവരോട് ആളുകൾ തട്ടിക്കയറും. നിങ്ങൾ ഒരു വില്ലേജ് ഓഫീസിൽ ചെന്ന് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ മാന്യമായി പെരുമാറിയില്ലെങ്കിൽ നിങ്ങൾ തട്ടിക്കയറില്ലേ? പഞ്ചായത്തിൽ ചെന്നാൽ തട്ടിക്കയറില്ലേ? നിങ്ങൾ ഏത് സർക്കാർ ഓഫീസിൽ ചെന്നാലും അവിടെയൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ മാന്യമായി പെരുമാറിയില്ലെങ്കിൽ തട്ടിക്കയറില്ലേ? പിന്നെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ മാത്രം ആണ് ഈ ആളുകൾ അവരെ എത്ര മാന്യമായി പെരുമാറിയില്ലെങ്കിലും തട്ടിക്കയറാൻ നിൽക്കുന്നത്. അത് ഭയന്ന് നിൽക്കുന്നതാണ്. ആരും തട്ടിക്കയറാൻ മനസ്സിൽ ആഗ്രഹമില്ലായിട്ടല്ല. തട്ടിക്കയറട്ടെ. അല്ല, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അല്ല, എന്താ പിന്നെ പറയാൻ വരുന്നത്? എന്താ താങ്കൾ പറയാൻ വരുന്നത്? എന്താണ് ആളുകൾ പോലീസുകാരോട് തട്ടിക്കയറുന്നത് എന്തോ ഒരു വലിയ തെറ്റാണ്. തട്ടിക്കയറട്ടെ ആളുകൾ അനാവശ്യമായിട്ട്. കാരണം അനാവശ്യമായിട്ടൊക്കെ തട്ടിക്കയറട്ടെന്ന് കുറെ കാലമായി നാട്ടുകാരുടെ പുറത്ത് കയറിയതല്ലേ. നാട്ടുകാരും കുറച്ചു പേര് തട്ടിക്കയറട്ടെ. എന്താ കുഴപ്പം? അത് ഭയങ്കര ആളുകൾ. ഞാൻ പറയാം, ഞാൻ എന്താ പറഞ്ഞു? താങ്കൾ പറഞ്ഞു. കുറച്ച് ദിവസം മുന്നേ വന്ന സംഭവം. താങ്കൾ ഈ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള പോലീസുകാരെ എല്ലാം നാട്ടുകാരെ ഈ നാട്ടിലെങ്ങും ആളുകൾ പോലീസുകാരുടെ അടുത്ത് അനാവശ്യമായി തട്ടിക്കയറുന്നൊന്നുമില്ല. അത് ഗുണ്ടകളൊക്കെ തട്ടിക്കയറുന്നു. അവരുടെ മിണ്ടാതെ ഇരിക്കും. താങ്കൾ ഈ വിഷയത്തിൽ അഭിപ്രായം പറയും. താങ്കളെ ന്യായീകരിക്കാനാണ് തുടക്കമെങ്കിൽ അത് മനസ്സിലായി. താങ്കൾ പറഞ്ഞോളൂ. അല്ല, ഈ വിഷയത്തിൽ ഈ വിഷയമായിട്ടല്ല ഞാൻ പറയുന്നത്. കാരണം ഇന്ന് പൊതുവെ ചെറുപ്പക്കാരുടെ ഇടയിൽ പോലീസുകാരോട് വെറുതെ അതുകൊണ്ട് പോലീസുകാർ അടിക്കുവോ? അടിക്കുന്നില്ല. ഞാൻ ഒരു വണ്ടി ഒരു നടു റോഡിൽ വെച്ചിട്ട് അയാൾ സാധനം വാങ്ങിക്കാൻ കയറി, ബേക്കറിയിൽ സാധനം മേടിക്കാൻ കയറി. പോലീസുകാരന് അറിയണ്ടായിരുന്നു. പോലീസുകാരന് ആ വണ്ടിയുടെ ഫോട്ടോ എടുത്തു. നടു റോഡിൽ വെച്ച വണ്ടിയില്ല അന്ന്. അപ്പോൾ പിന്നെ അയാളോട് തട്ടിക്കയറിയിട്ട് ഓരോ ഇൻസിഡന്റിനോട് ഞാൻ പറയുന്നത് ഇന്ന് പൊതുജനങ്ങൾ അങ്ങോട്ട് അത് കയ്യിലിരിക്കട്ടെ. അങ്ങനെയൊക്കെ പൊതുജനങ്ങൾ തട്ടിക്കയറുന്നെങ്കിൽ കയറട്ടെ. ഈ നാട്ടിലെ പോലീസുകാർ എല്ലാ കാലത്തും ജനങ്ങളോട് പെരുമാറിയിട്ടുള്ള രീതിയൊക്കെ അറിയാം. അതുകൊണ്ട് ജനങ്ങളാകെ പോലീസുകാരോട് ഇന്നും ഒന്നും തട്ടിക്കയറുന്നൊന്നുമില്ല. ജനങ്ങളൊക്കെ മാന്യമായിട്ട് തന്നെയാണ് ഇടപെടുന്നത്. അവരോട് മറ്റേത് സർക്കാർ ഉദ്യോഗസ്ഥർ ഓഫീസിൽ ചെല്ലുന്നത് പോലെ തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴും തിരിച്ച് ഇടപെടൽ ഒക്കെ വേണ്ടത്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഈ അവസാനം പറഞ്ഞ മനോജ് ഒഴികെയുള്ള മുഴുവൻ പ്രേക്ഷകരും ഒരേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരം പോലീസുകാരെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നാടിന് പോലീസ് സേനയ്ക്കാകെ നാണക്കേടാണ്. പോലീസ് സേനയിൽ തന്നെ മാന്യമായി പണിയെടുക്കുന്ന എത്രയെങ്കിലും ആളുകളുണ്ട്. കടുത്ത ഇടതുപക്ഷക്കാരടക്കം ഇന്ന് വിളിച്ചവരടക്കം പറഞ്ഞത് ഇവർക്കെതിരെ നടപടി ഉണ്ടാവണം. ഇവരെ സംരക്ഷിക്കുന്ന മേലുദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ഉണ്ടാവണം. ഒപ്പം ഈ ക്രിമിനൽ പ്രവൃത്തിക്ക് നിശബ്ദമായി കൂട്ടുനിന്ന് അവിടെ നിൽക്കുന്ന മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ്. അത് വളരെ പോസിറ്റീവായ ഒരു പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് കരുതുന്നു. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി.